ഇവിടെ തെറിവിളിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് എന്ന് പറയുന്നവനും നാലുകെട്ടി മാറിയ സൽമാൻ റുഷ്ദിയും 3 എണ്ണത്തിനെ കൊണ്ട് നടന്നിട്ട് ശരീരത്തിന്റെ ദാഹം തീരാതെ വീണ്ടും പല പുരുഷന്മാരെ സ്വീകരിക്കാൻ തയ്യാറായി നിന്ന ഇവിടുത്തെ തസ്ലിമാ നസ്റിനും 33 വയസ്സുണ്ടായിട്ട് 74 വയസ്സുകാരനായ വൃദ്ധനെ കല്യാണം കഴിക്കാൻ മോഹിച്ച് അവസാനം അവൻ ചത്തൊടുങ്ങുമ്പോ വിധവാ പെൻഷൻ വാങ്ങാൻ നടന്ന വൃത്തികെട്ട ജാമിദ എന്ന ഈ നാട്ടിലെ സമുദായത്തിന്റെ പേരുകാരിയായിരുന്ന യുക്തിവാദികളുടെ നേതൃത്വം അലങ്കരിക്കുന്ന ജാമിദയെ പോലുള്ള കുടുംബത്തിൽ പിറക്കാത്ത ജീവിതത്തിൽ ഇന്നുവരെ വിശുദ്ധി എന്തെന്നറിയാത്ത ആളുകൾ പറയുന്നതല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ലോകൈക ഗുരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകരുടെ ഒരു ഫോട്ടോ ഇന്ന് വരെ ഒരാളും കണ്ടതായി മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ പോലും പറഞ്ഞ് നാം കേട്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ഉന്നതകുല ജാതരായ, ഏതെങ്കിലും വലിയ തറവാടിയായ, ഏതെങ്കിലും കോടിക്കണക്കിന് അനുയായികളുള്ള ഏതെങ്കിലും ഒരു നേതൃത്വമാണെങ്കിൽ പോലും ഞങ്ങളുടെ കയ്യിൽ ഹബീബിന്റെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കയ്യിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജനത അതിനെ അവഗണിക്കുമെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. ഞാനിത് പറയുന്നത്, ഇന്നുവരെ ഒരു ഫോട്ടോ, ഒരു രൂപം നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇന്നുവരെ നമുക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറം അവിടത്തെയുടെ പ്രോജ്വലമായ പ്രഭ ഒരുപക്ഷെ നമുക്ക് കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ, രാപ്രസംഗങ്ങളിൽ, ഏതെങ്കിലും എഴുത്തുകളിൽ നാം വായിച്ച് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കി എന്നതിനപ്പുറം നമുക്ക് ഒരു സങ്കല്പത്തിൽ പോലും നമ്മുടെ ഹബീബിനെ കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിൽ, എന്നാൽ ഇവിടെ ദുആ ചെയ്തു പോയ ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് മഹത്തുക്കൾ ഉറക്കിൽ, കിനാവിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്. അള്ളാഹു നമുക്കും അതിന് ഭാഗ്യം തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രമോ ഒരു രൂപമോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കൊരു രേഖ പോലുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെക്കാളും, ഒരു പെണ്ണിന്റെ ഭർത്താവിനെക്കാളും, ഒരു പുരുഷന്റെ ഭാര്യയെക്കാളും, നമ്മുടെ പൊന്നു മക്കളെക്കാളും, നമ്മൾ വിശ്വസിക്കുന്ന സംഘടനയുടെയോ പാർട്ടിയുടെയോ സഹോദരങ്ങളോട് പറയുന്നത്, സഹോദരിമാരോട് പറയുന്നത്, നമുക്ക് കുറച്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഖുർആൻ എന്തു പറഞ്ഞു, നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി എന്തായിരുന്നു, അത് നമുക്ക് ചെറിയ ഒരു ഹ്രസ്വമായ നിലയിൽ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാനിപ്പോ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ബുധനാഴ്ച, ഇതേ ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന വലിയ ഒരു മഹല്ലാൻ, അവിടെ ഞാൻ പ്രസംഗം ഉണ്ടായിരുന്നു. അന്നും ഇസ്ലാമിക് മീഡിയ തന്നെയായിരുന്നു അത് ലൈവ് വിട്ടത്. തൽക്കാലം ഞാൻ ആ വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ ഒന്നുകൂടി ഇത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അവിടെ ഇസ്ലാമിക് മീഡിയ ഉണ്ടായിരുന്നില്ല. എൻ നാഗരേഷ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഒരു 25 മിനിറ്റ് അദ്ദേഹം പ്രസംഗിച്ചു. യഥാർത്ഥത്തിൽ രോമാഞ്ചം തോന്നിപ്പോയി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോ. എന്തുകൊണ്ടാണ്? നാഗരേഷ് എന്ന് പറയുന്ന ഇവിടെ അംബുജാക്ഷൻ, അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ കാശ് കടം വേണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം കാശ് കടം ചോദിക്കുമ്പോ ഹബീബ് പറഞ്ഞു, ഉസ്മാന്റെ അടുത്ത് ചെന്ന് ചോദിക്കുക റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉസ്മാൻ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കുറച്ച് കാശ് തരുവോ? ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആരാ പറഞ്ഞത്? മുഹമ്മദ് പറഞ്ഞു. വീണ്ടും ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ആര് പറഞ്ഞു? താൻ പോവുക, തന്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട. ദേഷ്യം വന്ന അയാൾ ഇറങ്ങിപ്പോയി. ഓടി ചെന്നിട്ട് കുഞ്ഞുങ്ങളെ പോലെ കൈ തൂങ്ങിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഏ പൊന്നു മനുഷ്യ, നിങ്ങളൊരു മുസ്ലിം അല്ല. നിങ്ങളുടെ നാവിൽ നിന്ന് മുഹമ്മദ് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ സ്തുതിക്കപ്പെട്ടവൻ എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി.
നിങ്ങൾ എത്രയാണോ ആവശ്യപ്പെട്ട് എന്റെ മുമ്പിൽ വന്നത്, ഒരു മുഹമ്മദ് എന്ന മറുപടിക്ക് ഞാൻ അത്രയും നിങ്ങൾക്ക് തരാം. രണ്ടാമത്തതിന് എന്റെ ഇരട്ടി തരാം, മൂന്നാമത്തതിന് എന്റെ ഇരട്ടി തരാം. അവസാനം തന്ന് 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 എന്റെ കൈവശമുള്ള എന്റെ സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാലും നിങ്ങളുടെ നാവിൽ നിന്ന് മുഹമ്മദ് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ സ്തുതിക്കപ്പെട്ടവൻ എന്ന് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണെന്ന് പറഞ്ഞ ആ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ പുതിയാപ്പിളയാണ്. മലബാറിലൊക്കെ അങ്ങനെ പറയുന്നത് പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 2 പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒന്ന് വഫാത്തായപ്പോ അടുത്തതിനെ. അപ്പൊ സ്വന്തം മരുമകൻ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അമ്മായിയപ്പന്റെ അമ്മോശന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പിതാവിന്റെ പേര് കേട്ടപ്പോ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കാൻ നിൽക്കാൻ. കാരണം ഇവിടെ തെറിവിളിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് എന്ന് പറയുന്നവനും 4 കെട്ടി മാറിയ സൽമാൻ റുഷ്ദിയും 3 എണ്ണത്തിനെ കൊണ്ട് നടന്നിട്ട് ശരീരത്തിന്റെ ദാഹം തീരാതെ വീണ്ടും പല പുരുഷന്മാരെ സ്വീകരിക്കാൻ തയ്യാറായി നിന്ന ഇവിടുത്തെ തസ്ലിമാ നസ്റിനും 33 വയസ്സുണ്ടായിട്ട് 74 വയസ്സുകാരനായ വൃദ്ധനെ കല്യാണം കഴിക്കാൻ മോഹിച്ച് അവസാനം അവൻ ചത്തൊടുങ്ങുമ്പോ വിധവാ പെൻഷൻ വാങ്ങാൻ നടന്ന വൃത്തികെട്ട ജാമിദ എന്ന ഈ നാട്ടിലെ സമുദായത്തിന്റെ പേരുകാരിയായിരുന്ന യുക്തിവാദികളുടെ നേതൃത്വം അലങ്കരിക്കുന്ന ജാമിദയെ പോലുള്ള കുടുംബത്തിൽ പിറക്കാത്ത ജീവിതത്തിൽ ഇന്നു വരെ വിശുദ്ധി എന്തെന്നറിയാത്ത ആളുകൾ പറയുന്നതല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. നാഗരേശനെ പോലെ, അതുപോലെ തന്നെ ഇവിടത്തെ ശ്രീനാരായണ ഗുരുവിനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, എന്തിനേറെ ഇന്നിവിടെ വരേണ്ടിയിരുന്ന അംബുജാക്ഷനെ പോലുള്ളവരുടെ വായിൽ നിന്ന് നമ്മൾ പഠിക്കണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട്. അപ്പോഴേ നമുക്ക് രോമാഞ്ചം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഹബീബിനോടുള്ള സ്നേഹം അതെങ്ങനെയാ നമ്മൾ പ്രകടിപ്പിക്കുക? അത് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കണം. അതിന് നമ്മൾ ആരാ ഹബീബ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഞാൻ ആമുഖമായി ഓതി വെച്ചൊരു ആയത്തുണ്ടല്ലോ, സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്താണ്. അള്ളാഹു എന്താ പറഞ്ഞെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന രീതി എന്താ? വിശുദ്ധ ഖുർആൻ നമുക്ക് പാഠമാണ്. നമ്മളൊന്ന് കയറി നിന്നിട്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പേര് ചൊല്ലരുത്. നമ്മൾ പേര് ചൊല്ലിയാൽ കൂട്ടത്തിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. എന്തുകൊണ്ടാ? മലയാള പരിഭാഷകളൊക്കെ എഴുതുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പരിഭാഷ എഴുതിക്കോളീം. അതിൻ്റെ വിധികളും ന്യായങ്ങളും ഒക്കെ ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ കൃത്യമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. പരിഭാഷകൾ എഴുതാം, പക്ഷെ ആ പരിഭാഷകൾ എഴുതുമ്പോൾ യാ അയ്യുഹൻ നബിയു എന്ന് പറയുന്നിടത്ത് നബിയെ അല്ലെങ്കിൽ ഖുൽ ലി അസ്വാജിക എന്ന് പറയുമ്പോ നബിയെ നിന്റെ ഭാര്യമാരോട് പറയാ, നീ വന്നാൽ നീ പോയാൽ എന്ന് പറഞ്ഞിട്ട് നീ എന്ന് അഭിസംബോധന ചെയ്യരുത്. ഖുർആന്റെ സന്ദേശമാണിത്. എന്തുകൊണ്ട്? ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ജമാഅത്തിന്റെ കുഞ്ഞുണ്ണിക്കര മഹല്ലാണിത്. കുഞ്ഞുണ്ണിക്കര മഹലിന്റെ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ പേര് ചൊല്ലിയാൽ അദ്ദേഹത്തിനെ അനാദരിക്കലാണ്. അതേസമയം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രസിഡന്റ് എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി അംഗീകരിച്ചു കൊടുക്കലാണ്. ഇപ്പൊ പള്ളിയിലെ ഇമാമിനെ പേര് ചൊല്ലി വിളിച്ചാൽ അയാളെ അനാദരവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇമാമ എന്ന് വിളിച്ചാൽ അത് ആദരവാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ പദവി, ആ പദവി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പദവി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആദരവാണ്. ഇവിടെ നോക്ക്, ആമുഖമായി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചതെന്താണ്? അള്ളാഹുവിന്റെ ഹബീബിനെ 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളിൽ 25ഓളം വരുന്ന പ്രവാചകന്മാരെ, 25 പ്രവാചകന്മാരെ വിശുദ്ധമായ ഖുർആനെ പേരെടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ, പേരെടുത്ത് വിശുദ്ധമായ ഖുർആനിൽ 25 പ്രവാചകന്മാരെ പറ്റി പറയുമ്പോൾ ഏതെല്ലാം പ്രവാചകന്മാരെ അള്ളാഹു അഭിസംബോധന ചെയ്തു പേര് ചൊല്ലി വിളിച്ചു? യാ ആദം എന്ന് കണ്ടിട്ടില്ലേ? യാ മൂസ എന്ന് കണ്ടിട്ടില്ലേ? യാ ഈസ എന്ന് കണ്ടിട്ടില്ലേ? യാ ദാവൂദ് എന്ന് കണ്ടിട്ടില്ലേ? യാ സക്കരിയ എന്ന് കണ്ടിട്ടില്ലേ? യാ യഹ്യ എന്ന് കണ്ടിട്ടില്ലേ? യാ ഇബ്രാഹിം എന്ന് കണ്ടിട്ടില്ലേ? പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ 6660 ചെല്ലുവാനം വരുന്ന ആയത്തുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ യാ മുഹമ്മദ് എന്ന് കണ്ടിട്ടുണ്ടോ? സഹോദരാ, എന്നെ കേൾക്കാൻ തടിച്ചുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, നമ്മുടെ ഹബീബിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനൊന്നും പറയാനില്ലാത്തത് കൊണ്ടല്ല. കാരണം നമ്മുടെ ഹബീബിന്റെ മേലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ജബലുന്നൂർ എന്ന പരിശുദ്ധ കഅബാലയത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം മുകളിലെത്തുന്ന ജബലുന്നൂർ എന്ന് പറയുന്ന പ്രകാശിക്കുന്ന പർവ്വതത്തിന്റെ ഹിറാ ഗുഹ എന്ന ഒരു ഇടുങ്ങിയ
പാറക്കെട്ടിന്റെ ഉള്ളിനകത്ത് ധ്യാന നിമഗ്നനായിരിക്കുമ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ കടന്നു വന്ന് ഓതിക്കൊടുത്ത പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നബി തങ്ങളുടെ മേലല്ലേ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പലതും അല്ലാഹുവിന് പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴല്ല യാ ഇബ്രാഹിം എന്ന് വിളിച്ചതുപോലെ അല്ലാഹു ഹബീബിനെ വിളിച്ചില്ല. യാ മൂസ എന്ന് വിളിച്ചതുപോലെ ഹബീബിനെ വിളിച്ചില്ല. യാ ഈസ എന്ന് വിളിച്ചതുപോലെ ഹബീബിനെ വിളിച്ചില്ല. വിളിക്കേണ്ട ഘട്ടങ്ങൾ വന്നപ്പോ അല്ലാഹു വിളിച്ചത് ഔദ്യോഗിക പദവികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചകരെ. യാ അയ്യുഹൻ നബി, അല്ലയോ നബിയേ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂടി പുറച്ചു കിടക്കുന്ന നബിയേ. യാ അയ്യുഹൽ മുസമ്മിൽ, പുതച്ചിട്ട് സുന്ദരമായി ഉറങ്ങുന്ന നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആദരിച്ചു. അല്ല പോലും ഹബീബിനെ മുഹമ്മദേ എന്ന് വിളിച്ചിട്ടില്ല. എങ്ങനെയാണ് മുസ്ലിം ചെറുപ്പക്കാരാ, എങ്ങനെയാണ് പ്രിയപ്പെട്ട പെങ്ങളെ ഹബീബിനെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയുക? എങ്ങനെയാണ് അള്ളാന്റെ ഹബീബിനെ ബഹുമാനിക്കാതിരിക്കാൻ നമുക്ക് കഴിയുക? എവിടെയും അള്ളാഹു വിളിച്ചിട്ടുള്ളത് ഔദ്യോഗിക പദവിയുടെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ അഭിസംബോധന ചെയ്യുമ്പോൾ സൂറത്തുൽ അഹ്സാബിലും അള്ളാഹു വിളിച്ചത് അങ്ങനെ തന്നെയാണ്. എന്റെ കൂടെ നിങ്ങൾ വരണേ സഹോദരങ്ങളെ. ആരും അശ്രദ്ധമായത് കേൾക്കല്ലേ. നമുക്കെങ്ങനെ ഹബീബിനെ പറ്റി പറയുമ്പോൾ ഉറങ്ങാൻ കഴിയും? നമുക്കെങ്ങനെ അശ്രദ്ധമാകാൻ കഴിയും? എങ്ങനെ നമുക്ക് അശ്രദ്ധമാകാൻ കഴിയും? ഒരു മഹാന് പറഞ്ഞതുപോലെ തഅസിർ റസൂല വ അന്ത തുൽഹിറു ഹുബ്ബഹു ഹാദാ ലിഉംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കപ്പെടുന്നവനെ സ്നേഹിക്കും വനെ അനുകരിക്കലാണ്. നമുക്ക് അനുകരിക്കാൻ നമ്മൾ പഠിക്കണ്ടേ. റസൂലുള്ളാഹിന്റെ എല്ലാ മേഖലകളും നമ്മൾ പഠിക്കണ്ടേ. എ ടു ഇസഡ് നമ്മൾ പഠിക്കണ്ടേ. അള്ളാന്റെ ഹബീബിൽ അണു മുതൽ പരമാണു മുതൽ പരലോകം വരെ അള്ളാന്റെ ഹബീബില് മാതൃകയില്ലേ? ചെങ്കോല് മുതൽ ചൂല് വരെ മാതൃകയില്ലേ? അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ മാതൃകയില്ലേ? അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കിയാലല്ലേ അനുകരിക്കാൻ പറ്റൂ. നമുക്ക് ഉറക്കം മാറ്റിവെക്കാം. നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റും. ഒരു പ്രേമവാചനത്തിന് എങ്ങനെ ഉറങ്ങാൻ പറ്റൂ? എങ്ങനെയാണ് കാമിക്കുന്നവന്, പ്രേമിക്കുന്നവന്, ഹുബ്ബ് വെക്കുന്നവന്, ഇഷ്ക് വെക്കുന്നവന് ഉറങ്ങാൻ പറ്റുക? ഒരു പെണ്ണിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, ഒരു പുരുഷനെ ഒരു സ്ത്രീ പ്രേമിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. ഉറങ്ങാൻ പറ്റൂലല്ലോ. കണ്ണിൽ നിറയെ ആ മനുഷ്യനാണല്ലോ. അതുകൊണ്ടാണ് അജബൻ ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമോ. പ്രേമഭാജനങ്ങളെ, ആശിഖീങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേമഭാജനത്തിനെ പറ്റി ഓർക്കുമ്പോ എങ്ങനാണ് ഉറങ്ങാൻ പറ്റുക? ഈ വേദിയിൽ ആരും അശ്രദ്ധമാകരുത്. ഈ വേദിയിൽ ആരും ഉറങ്ങരുത്. നിങ്ങൾക്ക് ക്ഷീണം നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കുമ്പോ ഇൻഷാ അല്ലാഹ് എന്റെ ഹബീബിന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ആരെയും അശ്രദ്ധമാക്കി ഇരുത്തിക്കൊണ്ട് അലോസരപ്പെടുത്തിക്കൊണ്ട് എന്റെ ഹബീബിനെ പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടൊന്ന് ചിന്തിക്ക് സഹോദരാ, ഒന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹു വിളിക്കുന്നു, ഓ നബിയേ. എന്തേ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെടൂലേ? ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കൂല. ആരെങ്കിലും അല്ലാഹുവിനോട് ചോദ്യം ചോദിക്കോ? അവനാണ് സൃഷ്ടാവ്, അവനാണ് സംരക്ഷകൻ, അവനാണ് സംഹാരകൻ. അതുകൊണ്ട് തന്നെ ആരും ചോദിക്കൂല. അവനാണ് ഖാലിഖ്, അവനാണ് റബ്ബ്, അവനാണ് മുമീത്ത്. അതുകൊണ്ട് ആരും തന്നെ ചോദിക്കൂല. എന്നാൽ അല്ല പോലും ബഹുമാനിച്ചു ആമിനാടെ പൊന്നുമോനെ. അല്ല പോലും ആദരിച്ചു അബ്ദുള്ളാടെ തങ്കക്കുടമേ. നമ്മുടെ ഹൃദയത്തിന്റെ രാജാവ്, നമ്മുടെ കൽബിന്റെ ജേതാവ് ത്വാഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മഹത്തായ സ്നേഹത്തിന്റെ ലഹരിയിലാണ് നമ്മളുള്ളത്. ഇന്നിവിടെ കാമുകനെ പറ്റി പറയാണ്. ഇന്നിവിടെ പ്രേമവാദനത്തിന്റെ അവദാനമാണ്. ഇന്നിവിടെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ടുള്ള പ്രകീർത്തനമാണ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ പ്രസംഗിച്ച് എന്റെ നെഞ്ച് പൊട്ടിയിട്ട് രക്തം ഛർദിച്ചാലും അതെന്റെ ഹബീബിനെ പറ്റി പറഞ്ഞുകൊണ്ടാണെങ്കിൽ അതാണ് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എനിക്കെന്റെ സമയം പോകുന്നത്, എന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് എന്റെ ഹബീബിനെ പറ്റി പറയുന്നത് കേട്ടുകൊണ്ടാണെങ്കിൽ ആശിഖീങ്ങളെ, നിങ്ങളുടെ സമയവും പോട്ടെ, അത് നമുക്ക് വലിയ ലാഭം തന്നെയാണ്. അല്ലാഹു വിളിച്ചു, നബിയേ ഇന്നാ അർസൽനാക്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, അറബി അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം, വിവരമുള്ളവരാണ്, കൃത്യമായിട്ട് ഗ്രാമറൊക്കെ അറിയുന്നവരാണ്. അല്ലാഹു എത്ര എണ്ണം ഉണ്ട്? അല്ലാഹ് എത്ര ഉണ്ട്? അത് പഠിച്ചില്ലേ പിന്നെ സ്വലാത്തൊക്കെ പിന്നെ ചെല്ല. അല്ലാഹ് ഒരാളല്ലേ ഉള്ളൂ. അള്ളാഹുവിന് 114 അധ്യായങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം ഏതെന്നറിയോ? ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം അള്ളാഹിന്റെ സൂറത്ത് തന്നെ, അവന് ഇഷ്ടമുള്ളത് തന്നെ. പക്ഷെ സൂറത്തുൽ ഇഖ്ലാസ് റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന്റെ ഗ്ലാമറിനെ പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്, അവന്റെ സൗന്ദര്യം. ഖുൽ, നബി അങ്ങ് പറയൂ. അതിനൊക്കെ പരിഭാഷയിൽ നോക്കിയാൽ കാണാൻ, നബിയെ നീ പറയുക. എന്റെ മൂത്താപ്പാലി എഴുതി വയ്ക്കായി. എന്റെ പ്രിയമുള്ളവരെ പറയാണ്, അങ്ങ് പറയും, ഹുവല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഒറ്റ ഒരുത്തനാണ്, ഒരാളെ ഉള്ളു പടച്ച തമ്പുരാൻ എന്ന് പറയൂ നബിയെ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു അറിയിക്കുകയാണ്. ശേഷം കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഏകനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെ 3 എണ്ണം കൃത്യമായിട്ട് നമ്മൾ അക്ഷരങ്ങൾ ഫുള്ള് വെളിവാവുന്ന നിലയിൽ ഓതിയാൽ കഅന്നമാ ഖതമൽ ഖുർആൻ, അവന് ഖത്ം ഓതിയതുപോലെയാണെന്ന് ആരംഭ പോവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ആരെങ്കിലും ഖത്തം ഓതാൻ ഏൽപ്പിച്ചാൽ 3 ഇഖ്ലാസ് ഓതി തലയിൽ ഊതി കൊടുക്കരുത്, ഖത്തം തന്നെ ഓതണം. പക്ഷേ 3 ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ അതിന്റെ കൂലി എന്താണ്? ഒരു ഖത്ം ഓതിയ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതിയതിന്റെ പ്രതിഫലമാണ്. അത് അതിനൊരു പ്രത്യേക കണക്കുണ്ട്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം, അത് മാറ്റിവെക്കി, അത് പ്രവേശനമാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ പേര് ബക്കറ എന്നാണ്. ബക്കറ എന്ന് പറഞ്ഞാൽ പശു മൃഗമാണ്. ഏറ്റവും അവസാനത്തത് അന്നാസാൻ, അർത്ഥം മനുഷ്യൻ എന്നാണ്. അപ്പം മൃഗത്തിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുറുകെ പിടിക്കുന്നവനും ഖുർആൻ ഓതുന്നവനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനും മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് വരുമെന്നാണ് അതിന്റെ സൂചന. അപ്പൊ അത് കൃത്യമായി ഓതിയാലേ അത് പൂർത്തിയാവും. പക്ഷെ 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ ഖത്ം ഓതിയതിന്റെ കൂലി ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചതും അതേ ഹബീബ് തന്നെയാണ്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു പറഞ്ഞു, ഞാൻ ഏകനാണ്. പക്ഷേ അറബി അറിയുന്നവനാണല്ലോ, ഏകവചനത്തെ സൂചിപ്പിക്കുന്നത് ഇന്നി എന്നാണ്. ഇന്നി, നിശ്ചയം ഞാൻ. ബഹുവചനാകുമ്പോ ഇപ്പൊ നമ്മൾ ഇത്രയും പേരിരിക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന, നമ്മൾ. ഞാൻ ഒറ്റ ഒരുത്തനാണെങ്കിൽ ഇന്നി. നമ്മൾ 2 അല്ലെങ്കിൽ അധികമോ ആളുണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്ന, നമ്മൾ എന്ന് പറയും. പക്ഷെ ഇവിടെ അള്ളാഹു പറഞ്ഞത് ഇന്ന, നാം എന്നാണ്, നമ്മൾ എന്നാണ്. അഥവാ അള്ളാഹു തആല ഏകനായിരിക്കവേ അവൻ ബഹുവചനത്തിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് എന്താ പറഞ്ഞെന്നറിയോ? കാരണം എന്താണ്? നമ്മളിപ്പോൾ ആരെങ്കിലും കുഞ്ഞുണ്ണിക്കരയിലോ പെരുമ്പാവൂരോ ആലുവയിലോ തൊടുപുഴയിലുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു സൈക്കിൾ ചവിട്ടി അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിച്ച് ഒരു കാർ ഓടിച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് മസിലൊന്നും പെരുക്കൂല, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ കുട്ടികൾ പോലും ഓടിക്കുന്നുണ്ട് കാറ്. പക്ഷെ അതേസമയം ഏതെങ്കിലും ഒരു സഹോദരി പൈലറ്റ് ആയി ഫ്ലൈറ്റ് ഓടിച്ചു, അതൊരു വലിയ സംഭവം തന്നെയാണ്. നാം പൈലറ്റാണ്, ഫ്ലൈറ്റ് ഓടിച്ചു എന്ന് അഹങ്കാരത്തോടുകൂടി പറയാൻ പറ്റും. അല്ലെങ്കിൽ ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റ് ആണെങ്കിലും അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താനാണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും അത് പറയാൻ പറ്റും. കാരണം എന്താണ്? അത് വലിയ സംഭവം തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും പരാമർശ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അഹങ്കരിക്കാറുള്ളത്. ഇവിടെ അള്ളാഹു ഇന്നി, ഞാൻ എന്ന് പറയാതെ ഇന്ന എന്ന്, നാം എന്ന അഹങ്കാരത്തോടുകൂടി ബഹുവചനമായിട്ട് അള്ളാഹു പറഞ്ഞത് ശേഷം പറയുന്ന കാര്യത്തിന്റെ ഗൗരവം ഉള്ളത് കൊണ്ടാണ്. ശേഷം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവത്തെ സംബന്ധിച്ച് പറഞ്ഞതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചതിനെ പറ്റി അല്ല പറയാം. അപ്പൊ അല്ല പോലും സ്വയം നബിതങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചത് വലിയ സംഭവമായിട്ടാണ് അള്ളാഹു പോലും കാണുന്നത്. പിന്നെന്താ നമുക്കിത്ര നിസാരം എന്താ? നമ്മുടെ കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, അവർക്ക് അല്പം വിവരം കുറഞ്ഞു പോയതിന്റെ പേരിൽ അവർ പറയുന്നുണ്ട് നബിദിനാഘോഷം പാടില്ല എന്ന്. സങ്കടം തോന്നിപ്പോവാൻ. നമുക്ക് ആരെ വിമർശിക്കൊന്നും വേണ്ട സഹോദരങ്ങളെ. നബിദിനാഘോഷം വേണ്ടാന്ന് പറഞ്ഞ് അവര് ഇപ്പൊ അതങ്ങ് നിർത്തി. നബിദിനാഘോഷം അനിസ്ലാമികോ എന്ന് പറഞ്ഞവര്
ഇപ്പൊ അത് നിർത്തിയിട്ട് ആഘോഷം മാറ്റിയിട്ട് നബിദിനം അനിസ്ലാമികമെന്നാക്കിയിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നബി തന്നെ അനിസ്ലാമികമെന്ന് എഴുതി വെക്കും. അവർക്ക് അതിന്റെ അറിവിന്റെ കുറവ് കൊണ്ടാണ്. എന്നാൽ നമ്മൾ ഇതുപോലത്തെ പരിപാടിക്ക് വിളിച്ചാൽ വരുമോ? അത് വരികയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ, നമുക്കും തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ അങ്ങയെ നാം അയച്ചു. എന്തിനാ? 5 കാര്യങ്ങൾ. നബി തങ്ങൾ 5 ഡ്യൂട്ടി നിർവഹിക്കാൻ വന്നയാളാ. 1 ഹ്രസ്വമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ കേട്ടിട്ട് പോയി. 1 ഷാഹിദ്. എന്താ ഷാഹിദ്? ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. 2 മുബശ്ശിർ, 3 നദീർ, 4 ദാഇ, 5 സിറാജ്. ഇത് 5ഉമാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല പറഞ്ഞു, നബിയെ അങ്ങയെ നാം അയച്ചത് ഷാഹിദാ, ഈ ലോകത്തിന് സാക്ഷിയാണ് നബിയേ, അങ്ങീ ലോകത്തിന് സാക്ഷിയാണ് നബിയേ എന്ന് പറഞ്ഞാൽ 3 രീതിയുണ്ട് സഹോദരങ്ങളെ. നബിതങ്ങൾ പറയാത്തത് എന്തെങ്കിലും ലോകത്ത് നമുക്ക് കാണാൻ കഴിയോ? അത് പറയുക മാത്രമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാക്ടിക്കലായി ചെയ്തുകൂടി കാണിച്ചു തന്നില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് എല്ലാം കാണിച്ചു തന്ന പ്രവാചകരല്ലേ? എങ്ങനെയാണ് ഉമ്മ നമുക്ക് മാതൃകയാകാതെ പോകുന്നത്? ഒരു പുരുഷനാണ് ഹബീബ്, അറിയാലോ. പക്ഷെ എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കും ഹബീബ് മാതൃകയാണ്. എങ്ങനെ ഉറങ്ങണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എഴുന്നേക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ കരയണം, എങ്ങനെ തുപ്പണം, എങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണ് ഭാര്യമാരാകേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് ഭർത്താക്കന്മാരാകേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് പിതാക്കന്മാരും മാതാക്കളും മക്കളും അയൽവാസികളും ഭരണീയരും ഭരണകർത്താക്കളും യോദ്ധാക്കളും സൈന്യാധിപന്മാരും എങ്ങനെയാണ് ജഡ്ജിയുമാകേണ്ടത് എന്ന് പഠിപ്പിച്ച നബിയെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ഞുങ്ങളെ ചുംബിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ച ഹബീബല്ലേ? എങ്ങനെയാണ് ഹബീബ് ചുംബിക്കാൻ പഠിപ്പിച്ചത്? ഇടത്തെ കൈവെള്ളയിൽ കുഞ്ഞിന്റെ പെടലി പിടിച്ചിട്ട് വലത്തെ കൈവെള്ള കൊണ്ട് കുഞ്ഞിന്റെ താടിയല്ലിൽ പിടിച്ചിട്ട് അവന്റെ ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് ലോകത്തിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇവിടത്തെ കശാപ്പുകാരിലും അള്ളാന്റെ ഹബീബ് മാതൃകയാണ്. ഒരു മനുഷ്യൻ ആടിനെ അറുത്തിട്ട് അതിന്റെ തുകലുരിക്കാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വന്നിട്ട് ആ മനുഷ്യന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല അതിന്റെ തുകലുരിക്കേണ്ടത്. കമീസ് അഴിച്ചിട്ട് ആ സഹാബിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വലത്തെ കൈ ആ തുകലിന്റെയും അതുപോലെ മാംസത്തിന്റെയും ഇടയിലേക്ക് ഇറക്കിയിട്ട് മുന്നിലോട്ടും പിന്നിലോട്ടും വീശിയിട്ട് മാംസത്തിൽ നിന്ന് തുകല് ഉരിഞ്ഞു വരത്തക്കവണ്ണം ഹബീബ് തുകലുരിച്ചു കൊടുത്തിട്ട് ഒരു കശാപ്പുകാരനിൽ ഹബീബ് മാതൃകയാണ്. ഏത് വിഷയത്തിലാണ് നമുക്ക് മാതൃകയല്ലാത്തത്? വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, സമയത്തിന്റെ കുറവല്ലേ സഹോദരങ്ങളെ. എല്ലാത്തിലും ഹബീബ് മാതൃകയാണ്. വാച്യമായ സാക്ഷിയുണ്ട്, ഭാഷണത്തിൽ സാക്ഷിയാണ്, പ്രവർത്തനങ്ങളിൽ സാക്ഷിയാണ്. അവസാനം നാളെ പരലോകത്ത് വരുമ്പോൾ ഇനി ഞാൻ പറയുന്നത് ഗൗരവത്തോടെ കേൾക്കണേ. ഇനി ഞാൻ പറയുന്നത് സൂക്ഷ്മം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കറിയില്ല നിങ്ങളാരാണെന്ന്. കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചിട്ട് ഇറങ്ങി ഓടുമ്പോ നിങ്ങളുടെ പർദയുടെ മഹത്വം നിങ്ങൾ അറിയുന്നില്ല. ഡോക്ടർമാര് പറയട്ടെ പർദ ഇസ്ലാമികമല്ലെന്ന്, മന്ത്രിമാര് പറയട്ടെ പർദ ഇസ്ലാമികമല്ലെന്ന്, ഭരണകൂടങ്ങൾ ഭീഷണിപ്പെടുത്തട്ടെ പർദ ഇസ്ലാമികമല്ലെന്ന്, ആരെന്തു പറഞ്ഞാലും എന്റെ ഭർത്താവ് പറഞ്ഞാലും എന്തൊക്കെ എന്റെ ആളുകൾ പറഞ്ഞു കൂട്ടിയാലും ചെയ്തു കൂട്ടിയാലും ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഫാത്തിമ എന്ന പൊന്നുമോളുടെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞതെന്താണ്? എന്റെ പ്രിയപ്പെട്ട മകൾക്ക് പർദ്ദയിടാനും ഹിജാബ് ധരിക്കാനും അപ്പയിടാനും പേടിയാണ്. കാരണം അങ്ങനെയാണ് കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തകർന്നു കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനം കുത്തുന്നു. ഇവിടെ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ പ്രശ്നം. ബാബരി മസ്ജിദിന്റെ വിധി വരുന്നതിന് മുമ്പ് എല്ലാവരെയും സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഭയപ്പെടുത്തൽ നടത്തി. ആരും ബാബരി മസ്ജിദ് എന്ന് മിണ്ടിക്കൂടാ. നമ്മളെല്ലാവരും പേടിച്ചിട്ട് ഓഫ് ലൈനിൽ പോയി. എന്തേ ശബരിമലയുടെ വിഷയം വന്നപ്പോ അതിനു മുമ്പ് വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ശബരിമലയൊന്നും മിണ്ടാൻ പാടില്ലെന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കേട്ടോ? ഇല്ല. ഇവിടെ ഭീഷണിപ്പെടുത്തുകയാണ്, ഇവിടെ ഭയപ്പെടുത്തുകയാണ് നമ്മൾ ഓരോ
ഓരോരുത്തരെ മരിക്കേണ്ടി വന്നാൽ ഒരിക്കലല്ലേ മരിക്കുകയുള്ള സഹോദരങ്ങളെ. മരിക്കേണ്ടത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ സംസ്ഥാപനത്തിനായാൽ അതിനപ്പുറം നമുക്ക് എന്താണ് വലുത്? അതുകൊണ്ട് നമുക്ക് പറയാം, ബാബരി മസ്ജിദ് അല്ലാഹു യഥാസ്ഥാനത്ത് പണി കഴിപ്പിക്കാൻ ഈ ഉമ്മത്തിന് അല്ലാഹു ആർജവും തൗഫീഖും നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന വിജയത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തന്ന ഹിദായത്തിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഹിജാബ് അഴിച്ചു വെച്ചത്, നിങ്ങൾ ഫ്ലാഷ് മോബ് കളിച്ചത്, നിങ്ങൾ തെരുവിൽ ചുംബന സമരത്തിന് പോയത്. അല്ല, അത് കാണാനെങ്കിലും പോയോ? എന്തിനാണ് മുസ്ലിം പെണ്ണേ, മുസ്ലിം പെണ്ണേ, ഇന്ന് ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറിയിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കിട്ടിയിരിക്കുകയാണ്. ഒരു കർച്ചീഫ് എടുക്കുക, എന്നിട്ട് അതിനെ മുഖത്ത് മൂക്കും വായും തമ്മിലൊന്നും മറച്ചു കിട്ടുക. അതിന്റെ ഓമന പേര് പൊടിയടിക്കാതിരിക്കാനാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു നിനക്ക് തന്ന ഹിദായത്തിന്റെ സൗഭാഗ്യം നിനക്കറിയോ? എന്നാൽ ഈ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നാളെ പരലോകത്ത് അല്ലാഹു എല്ലാ പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടും. എല്ലാ പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടും. ഇവിടെ പ്രസംഗിച്ച ആദരണീയനായ എൻ്റെ പ്രിയ സഹോദരന് തെറ്റുപറ്റിയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരും മുസ്ലിം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്ന് പറയാണ് സഹോദരങ്ങളെ, എല്ലാ പ്രവാചകന്മാരും മുസ്ലിം തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമിക ആ ഒരു സ്വത്വബോധത്തിന്റെ ഉടമകൾ തന്നെയാണ്, സംശയമില്ല. പക്ഷെ നാളെ പരലോകത്ത് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആദം നബി മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അനുയായികളോടൊപ്പം അവിടെ വരും. അന്ന് ഉമ്മത്ത് മുഹമ്മദായ നമ്മളുമുണ്ട്. നമ്മുടെ ഹബീബ്, നമ്മുടെ രോമാഞ്ചം അഷ്റഫുൽ ഖൽഖും അവിടെ ഹാദിറാണ്. ആ സമയത്തെ ഈസാ നബിയുടെ ജനതയോട്, മൂസാ നബിയുടെ ജനതയോട്, ഇബ്രാഹിം നബിയുടെ ജനതയോട്, നോഹ് നബിയുടെ ജനതയോട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ പ്രവാചകന്മാര് ദഅവത്ത് തന്നിട്ട് അനുസരിക്കാത്തത് എന്താ? എന്താ നിങ്ങൾ അംഗീകരിക്കാത്തത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളി. നമ്മൾ ആരാന്ന് പറയാൻ, നമ്മൾ ആരാ, നമുക്കതിന്റെ പവർ ഇല്ല. ഇതെങ്കിലും കേട്ടിട്ട് ദാടി വെക്കാൻ ശ്രമിക്കുക, ഇതെങ്കിലും കേട്ടിട്ട് തലമറയ്ക്കാൻ ശ്രമിക്കുക. ഇസ്ലാമിക ഐഡന്റിറ്റി ജീവിക്കേണ്ട പ്രിയപ്പെട്ടവരെ, കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നട്ടെ. നമ്മളെ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. അള്ളാഹു നമുക്ക് തന്ന വലിയൊരു ഭാഗ്യം നമ്മൾ കളയാൻ. ഇതേപോലെ ഒരു റിസാലത്തുൻ നബി പ്രഭാഷണം കഴിഞ്ഞതിന് മുമ്പത്തെ റബീഉൽ അവ്വൽ, ഈ റബീഉൽ അവ്വൽ കഴിഞ്ഞു, അതിന് മുമ്പത്തെ റബീഉൽ അവ്വലിൽ കരുനാഗപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് പ്രത്യേകം അറിയിച്ചു ആ പരിപാടിയിൽ സംബന്ധിക്കണം. ഞാൻ കൃത്യമായി പോയി. അന്ന് ആലപ്പുഴയിൽ എനിക്ക് പരിപാടിയുണ്ട്. അതും അജുവയുടെ പ്രവർത്തകർ നടത്തിയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, കരുനാഗപ്പള്ളിയിൽ റിസാലത്തുൻ നബി പ്രഭാഷണം എനിക്കാണ്, ഒരു 15 മിനിറ്റ് പറയാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കരുനാഗപ്പള്ളിയും ആലപ്പുഴയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എങ്കിലും എനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയത് മഗ്‌രിബിന് ശേഷമാണ്. മഗ്‌രിബിന് ശേഷം കിട്ടി. എന്തായിരുന്നാലും അതിനുശേഷം അവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയത് ബഹുമാനനായ ജയിൽ ADGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് IPS. അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടെ കേട്ടിട്ടേ ഞാൻ പോയുള്ളൂ. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിങ്ങൾ ഇല്ലാത്ത നാടാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തായ എൻ്റെ നാട്. അവിടെ മുസ്ലിങ്ങൾ തീരെ ഇല്ലാത്തൊരു ഗ്രാമമായിരുന്നു. ഞങ്ങൾക്ക് വലിയ സങ്കടം തോന്നി. ഞങ്ങൾ അങ്ങനെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ള കുറച്ച് ആളുകളെ സമീപിച്ചിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് വില്ല നിർമ്മിച്ച്, റെസിഡൻസ് ഏരിയ നിർമ്മിച്ചിട്ട് ഞങ്ങൾ കുറച്ച് മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് ഞങ്ങൾ ക്ഷണിച്ചു. അവരവരുടെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസം ആരംഭിച്ചു. ഇന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തും മുസ്ലിങ്ങളുണ്ട്. ഇപ്പോഴാണ് ജീവിക്കാൻ ഒരു സന്തോഷമുള്ളത്. മുസ്ലിമീങ്ങളുടെ ആ ഒരു ഇടപെടൽ എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞ ആള് ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ മരണപ്പെട്ടോന്ന് എനിക്കറിയില്ല. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അലക്സാണ്ടർ ജേക്കബ് IPSന്റെ പ്രഭാഷണം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ജഅഫർ അലി ദാരിമിക്ക് അത് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ വാക്കങ്ങനാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിമിന്റെ പവർ നമ്മൾ കളഞ്ഞു കുളിക്കരുത്. എന്താ ഒരു മുസ്ലിം എന്നറിയോ? നാളെ പരലോകത്തെ ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും നോഹ് നബിയുടെയും അനുയായികൾ അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യോത്തര വേളയിൽ അള്ളാഹു ചോദിക്കുന്നു, എന്ത് നിങ്ങൾ അനുസരിക്കാത്തത്? അപ്പൊ അവർ പറയും, ഞങ്ങൾ അനുസരിക്കാത്തത് വെറുതെ അല്ല, ഞങ്ങൾക്ക് ഈ പറയുന്ന പ്രവാചകന്മാരൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇതിനപ്പുറം ഇനി എന്തെങ്കിലും പരലോകത്ത് അവർ പറയാനുണ്ടോ? ഞങ്ങൾക്ക് ഒന്നും എത്തിച്ചു തന്നിട്ടില്ല, ഒരു ദഅവത്തും ഇവർ നടത്തിയിട്ടില്ല. അള്ളാഹു ഉടൻ തന്നെ പ്രവാചകന്മാരോട് ചോദിക്കുകയാണ്,
ഇബ്രാഹിം നബിയോട്, നൂഹ് നബിയോട്, മൂസ ഈസ നബി അലൈഹിസ്സലാമിനോടൊക്കെ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ എവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കാത്തത്? ഞാൻ നിങ്ങളെ നിയോഗിച്ചത് ദഅവത്തിനല്ലേ, എന്തുകൊണ്ട് എത്തിച്ചു കൊടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവരാണയിട്ട് പറയും, പടച്ച റബ്ബേ, ഞങ്ങൾ എത്തിച്ചു കൊടുത്തു, ഞങ്ങൾ ദഅവത്ത് നടത്തി, ഞങ്ങൾ പ്രബോധനം നടത്തി, ഞങ്ങൾ നിന്നെപ്പറ്റി അവർക്ക് പ്രസംഗിച്ചു കൊടുത്തു തമ്പുരാനെ എന്ന് പറയുമ്പോ അള്ളാഹു ചോദിക്കുന്നു, ഓ പ്രവാചകന്മാരെ, നിങ്ങൾക്ക് സാക്ഷികൾ വല്ലതുകൊണ്ടോ? ഇത് കോടതിയാണ്, സാക്ഷികൾ വേണം. കോടതിയുടെ മുമ്പിൽ ഒരുത്തനെ കുത്തി മലത്തി അവൻ മരണപ്പെട്ടു പോകുന്നത് ജഡ്ജി അവിടെ ഇരുന്ന് കണ്ടോണ്ടിരുന്നാൽ പോലും വിധി പറയാൻ പറ്റൂല, കാരണം അവിടെ സാക്ഷികൾ വേണം. സാക്ഷികൾ, അതാണ് കോടതിയുടെ നിയമം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹ്ശറ എന്ന കോടതിയുടെ ഒരു ടെസ്റ്റാണ് നമ്മുടെ സുപ്രീം കോർട്ടും നമ്മുടെ ഹൈക്കോർട്ടും ഒക്കെ. പക്ഷേ അവർ വിധി പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തിനോടൊപ്പം ചേർന്നിട്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പൂർണ്ണമായി സുപ്രീം കോർട്ടിനെ ബഹുമാനിക്കുന്നു. വീണ്ടും നല്ല വിധികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിൽ മഅദനി ഉസ്താദിന്റെ വിധിയും വരും, അതിൽ ശബരിമലയുടെ വിധിയും വരും, അതിൽ സാക്ഷാൽ ബാബരി മസ്ജിദിന്റെ വിധിയും വരും. ഇതൊക്കെ നിങ്ങളിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന, ഞങ്ങൾ പള്ളിയിലാണ് ചെരുപ്പ് ഊരി വെച്ചിട്ട് കയറുന്നത്, പക്ഷെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ചെരുപ്പ് ഞങ്ങൾ പുറത്തഴിച്ചു വെച്ചിട്ട് കയറത്തക്ക വണ്ണം ഞങ്ങൾ അതിന് ദൈവീകത കൽപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ ഏറ്റവും വലിയ ആദരവ് പ്രകടിപ്പിക്കുന്ന നമ്മുടെ കോടതിയാണ്. മഹത്തായ കോടതി, ബഹുമാനപ്പെട്ട കോടതി, മഹാന്മാരായ കോടതിയുടെ ജഡ്ജിമാര്, നിങ്ങളിൽ നിന്ന് നല്ലതേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന്, അതിന് മുസ്ലിങ്ങളുടെ പക്ഷത്ത് പോലും ചേർന്നിട്ട് ഒരു ഹിന്ദുവിനെതിരായിട്ട് വിധി പറഞ്ഞാൽ നിങ്ങൾ അനീതിമാനെന്നേ നമ്മൾ പറയൂ. നീതിയോടുകൂടിയിട്ടാകണം സുപ്രീം കോർട്ടിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ വിധിക്കേണ്ടത്. അള്ളാഹു അതിന് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും മനുഷ്യത്വവും ഒക്കെ അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് സാക്ഷി വല്ലതുകൊണ്ടോ? ഇബ്രാഹിം നബി അത്ഭുതപ്പെടുകയാണ്, മൂസാ നബി, ഈസാ നബി അത്ഭുതപ്പെടുകയാണ്. ഇപ്പൊ ആരപ്പാ സാക്ഷി പറഞ്ഞു കൊടുക്കുക? ആരെ സാക്ഷ്യപ്പെടുത്തും? കാരണം സാക്ഷി അവരല്ലേ സാക്ഷികളാകേണ്ടത്. പക്ഷെ അവർ ഒന്നടങ്കം പറയുന്നു, ഞങ്ങൾക്ക് ഇവർ ദഅവത്ത് എത്തിച്ചെന്നിട്ടില്ല. ആകെ കുഴഞ്ഞില്ലേ പ്രവാചകന്മാരെ? അവിടെയും അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അള്ളാഹു അവിടെയും നമ്മൾ ആരാന്ന് സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ പ്രവാചകന്മാര് പറയും, പടച്ചോനെ സാക്ഷിയുണ്ട്. ആരാ? ഉമ്മത്ത് മുഹമ്മദ് സാക്ഷിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലുവയുടെ കുഞ്ഞുണ്ണിക്കരയിലെ നിങ്ങളും, തൊടുപുഴയിലെയും പെരുമ്പാവൂരിലെയും മൂവാറ്റുപുഴയിലെയും നിങ്ങളും, തിരുവനന്തപുരം ജില്ലയിലെ ഞാനും സാക്ഷികളാണ് എന്ന് ആരംഭപ്പൂവായ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അമ്പിയാക്കൾ പറയുന്നു അള്ളാഹുവിനോട്, ഇത് നമ്മുടെ ഹബീബ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറയും, ആ സാക്ഷികൾ ഉണ്ടല്ലോ, ശരി, ഞാൻ അംഗീകരിക്കാം. ശ്രദ്ധിക്കണേ, ഞാൻ അംഗീകരിക്കാം. അപ്പോഴാണ് ഈ പറയുന്ന പ്രവാചകന്മാരുടെ അനുയായികൾ പറയുന്നു, റബ്ബേ നിക്ക്, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ ഭൂമിയിൽ പോയി ജീവിച്ച് മരണപ്പെട്ട് സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും കഴിഞ്ഞിട്ടല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ് ഭൂമിയിൽ വന്നത്? നൂഹ് നബിയൊക്കെ വന്നിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു, ഈസാ നബി വന്നിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു, മൂസാ നബി വന്നിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹബീബ് വന്നിട്ട് ഒരു സഹസ്രാബ്ദവും 4 നൂറ്റാണ്ടും 9 പതിറ്റാണ്ടും 4 കൊല്ലമായി. അപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവര് വന്നെങ്കിൽ പിന്നെ എങ്ങനെ അവര് സാക്ഷി? അള്ളാഹു പറയുന്നു, അതെ, ആ ഗ്രന്ഥം ഓതിയിട്ട് ഞങ്ങളുടെ ഈ റസൂല് ഞങ്ങളോട് പറഞ്ഞു, എന്റെ പൂർവികരായ പ്രവാചകന്മാര് അനുയായികൾക്ക് ദഅവത്ത് ചെയ്തിട്ടുണ്ടെന്ന്. അത് ഞങ്ങൾ വിശ്വസിച്ചു തമ്പുരാനെ എന്ന് പറയുമ്പോ അള്ളാന്റെ ഹബീബിനെ കൊണ്ട് നിർത്തിയിട്ട് അള്ള ചോദിക്കുന്നു, ശരിയാണോ മുസ്തഫ? ശരിയാണോ ഹബീബേ? ശരിയാണോ എന്റെ പ്രേമഭാജനമേ? ശരിയാണോ എന്റെ ഖലീലേ? ഈ അങ്ങ് എത്തിച്ചു കൊടുത്തോ ഇവർക്ക് ദഅവത്തെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഹബീബ് പറയുന്നു, ശരിയാണ് അല്ലാ, ഞാൻ അവരെ പ്രസംഗിച്ചു, അവർക്ക് ഞാൻ എത്തിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ ഏത് സമുദായമെന്നറിയോ? എന്റെ തട്ടമിട്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ
പറയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളാരാ നമ്മളാരാ? അല്ല പറയുന്ന ജഅൽനാകും ഉമ്മത്തൻ വസത്താ, നിങ്ങൾ നീതിയുള്ള സമൂഹമാണ്, നീതിമാന്മാരായ സമൂഹമാണ്. ലിതകൂനു അലന്നാസി ശുഹദാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് പ്രതികൂലമായിട്ട് വിധിച്ചവരാണ്, നിങ്ങൾ പ്രവാചകന്മാർക്ക് അനുകൂലമായി വിധിച്ചവരാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾക്ക് സാക്ഷിയായി ഹബീബും വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഒക്കെ ദഅവത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നവര് ഈ കാലഘട്ടത്തിന്റെ ഞാനും നിങ്ങളുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഷഹീദ്. അള്ളാഹുവിന്റെ ഹബീബ് ഷാഹിദാൻ, സാക്ഷിയാൻ. നമ്മളും അതിന്റെ ഒരു ചെറിയ പകർപ്പുകളാണ്. അള്ളാഹു നമുക്ക് സാക്ഷിയാകാൻ. അതിന് നമ്മൾ കള്ളുപിടിക്കാതിരിക്കണം, നമ്മൾ പെണ്ണ് പിടിക്കാതിരിക്കണം, നമ്മൾ പലിശ വാങ്ങാതിരിക്കണം, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരാണ്, തെറ്റ് സംഭവിക്കാത്ത ആരുമില്ല. നമുക്കൊക്കെ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, സംഭവിക്കുന്നുണ്ട്, ഇനിയും സംഭവിക്കും. അള്ളാഹു നമുക്ക് അവന്റെ തൗബ സ്വീകരിക്കാനുള്ള ആ ഒരു വലിയൊരു തൗഫീക്കും അവന്റെ റഹ്മത്തും നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി അല്ല പറഞ്ഞു, അങ്ങ് ഷാഹിദ് മാത്രമല്ല, അങ്ങ് മുബശ്ശിറാ, അങ്ങ് സുവിശേഷം അറിയിക്കുന്നവരാണ്. ഞാൻ ഈ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡ്യൂട്ടി സ്വർഗം കൊടുക്കലല്ല. ആർക്കെങ്കിലും സ്വർഗം കൊടുക്കുമോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല, ആർക്കും സ്വർഗം കൊടുക്കാൻ പറ്റൂല. സ്വർഗം സൃഷ്ടിക്കാൻ കാരണം നബി തങ്ങളാണ്, അത് ഓക്കെ. പക്ഷെ സ്വർഗം കൊടുക്കുന്ന ഡ്യൂട്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആർക്ക് കൊടുക്കുമായിരുന്നു? ഇവൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോൾ, ഇവന് വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ, ഇവന് ഒരു നേട്ടം ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ, ഇവനുമായിട്ട് ക്രയവിക്രയം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ, ഇവന്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇവനോ കല്യാണം കഴിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ബഹിഷ്കരിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചങ്ക് പൊട്ടി നെഞ്ച് പൊട്ടിയിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോ, പൊന്നുമോനെ, ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിക്കുകയൊന്നുമില്ല, പക്ഷേ നിന്റെ ശരീരത്തിൽ ഒരു പോറലേൽക്കാതെ ഞാൻ സംരക്ഷിച്ചോളാം, നിന്റെ രോമ പോലും ഒരു പോറലേക്കൂല, ഒരു മണൽത്തരി പോലും നിന്റെ ശരീരത്തിൽ വീഴൂല എന്ന് പറഞ്ഞ് പരിപൂർണ പ്രൊട്ടക്ഷൻ നൽകി തന്റെ ചിറകിനടിയിലേക്ക് അണച്ചു പിടിച്ച അബൂ താലിബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുത്താപ്പ, ആ പിതാവിന് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊടുക്കൂലായിരുന്നോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡ്യൂട്ടി സ്വർഗത്തിന്റെ മനോഹാരിത പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് എത്ര വലിയ നിഅമത്താ നബിതങ്ങൾ നമുക്ക് തന്നത്. എന്താ സ്വർഗത്തിന്റെ മനോഹാരിത നമ്മൾ ആർക്കെങ്കിലും അറിയുമായിരുന്നോ? എന്തൊരു സ്വർഗത്തിന്റെ മനോഹാരിതയാണ്, സ്വർഗത്തിന്റെ മാഹാത്മ്യം എത്ര വലുതാണ്. ആ സ്വർഗത്തിന്റെ മനോഹാരിതയും മാഹാത്മ്യവും ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് പറയുക മാത്രമല്ല, മക്കളെ, ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, ഇന്നത് ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിന്റെ അടിത്തട്ടില, ഇന്നത് ചെയ്താൽ സ്വർഗത്തിന്റെ മേൽത്തട്ടില, ഇന്നത് ചെയ്താൽ സ്വർഗത്തിൽ വിചാരണ ഇല്ലാതെ പോകാം, ഇന്നത് ചെയ്താൽ സ്വർഗത്തിന്റെ 8 വാതിലൂടെയും കയറാം. ഇതൊക്കെ ഹദീസുകളാണ്. അതൊന്നും വിശദീകരിക്കാൻ 8 വാതിലിൽ കയറണാര്, അടിയിലാര്, മുകളിലാര്, വലിയ പദവിയിലാര്, ആദ്യം പോകുന്നവരാര്, ഹിസാബില്ലാതെ പോകുന്നവരാര്, അതൊക്കെ മറ്റൊരു വേദിയിൽ നമുക്ക് പറയാം. അപ്പൊ ചുരുക്കത്തിൽ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അത് നബി തങ്ങളുടെ നമ്മുടെ കടമ. അതല്ലേ നമ്മൾ ഇത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുകുമാർ കക്കാട് പോലും പറഞ്ഞത്, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക. ഹൃദയത്തിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു സ്വർണത്തിന്റെ നൂൽപാലം പണിത പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന ഒരാളാണ്. സ്വർഗത്തിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് നമ്മെ കൃത്യമായി പഠിപ്പിച്ചു. സ്വർഗത്തിന്റെ മനോഹാരിതയും പഠിപ്പിച്ചു എന്ന് വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി അള്ളാഹു പറഞ്ഞു, അങ്ങ് മുബശ്ശിറു മാത്രമല്ല നബിയേ, അങ്ങ് നദീറാ, അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കുന്നയാളാ, നരകത്തിന്റെ മുന്നറിയിപ്പ് കൊടുക്കുന്നയാളാ. അള്ളാന്റെ ഹബീബ് ആർക്കും നരകം കൊടുക്കൂല, അള്ളാന്റെ ഹബീബ് ആർക്കും നരകം കൊടുക്കൂല. അതാണ് പറഞ്ഞത്. ഒരാള് വിളക്ക് കത്തിച്ചു, ആ വിളക്കിലേക്ക് പാറ്റകൾ വന്നു വീണു, പാറ്റകൾ പാറി വന്നു, പ്രാണികൾ പറന്നു വന്നു വീണു, അതൊക്കെ തീ പിടിച്ചിട്ട് ചത്തുപോയി. അള്ള ഒരു നരകമുണ്ടാക്കി, ആ നരകത്തിലേക്ക് നിങ്ങൾ ഓടിയടുക്കുന്നു.
ഞാൻ അവന്റെ കുത്തിന് പിടിച്ചിട്ട് അവന്റെ അരക്ക് പിടിച്ചിട്ട് ഞാൻ അവനെ മാറ്റുന്നു, നിങ്ങൾ നരകത്തിൽ വിടല്ലേ എന്ന് പറയുന്നു. അള്ളാന്റെ ഹബീബിന്റെ ഡ്യൂട്ടി എന്താണ്? നരകത്തിന്റെ ബീഭത്സത പഠിപ്പിച്ചു. നരകം എന്താ? പഠിച്ചോളി. നബിതങ്ങൾ പറയാത്തൊരു കാര്യം ഒരു വാക്കൊരാൾ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇപ്പോ ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു കാലത്ത് ബാബരി മസ്ജിദ് ഇരിക്കുന്ന ഭൂമി ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അത് വഖഫ് ഭൂമിയാണ്, അത് പവിത്രമാണ് എന്ന് പ്രസംഗിച്ച ആളുകൾ അവർക്ക് എന്തൊക്കെയോ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തിരുത്തി പ്രസംഗിക്കുന്നു. നെറ്റിത്തടത്തിൽ നിസ്കാരത്തഴമ്പ് കാണാം, തലയിൽ കെട്ട് കാണാം, ബിരുദം കാണാം. പക്ഷെ ഇതൊന്നും തടസ്സമാകുന്നതിന് കാരണമല്ലല്ലോ. അവരിപ്പൊ പറയുന്നത് എന്താണ്? ബാബരി മസ്ജിദ് അങ്ങ് മറന്നൂടെ, അറബികളൊക്കെ ഈത്തപ്പഴം പറക്കി നടന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടം തോന്നിപ്പോവാണ്. ഞാൻ എല്ലാവരുടെയും ശത്രുവാൻ, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ പറയുന്നു, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി നമുക്കൊരു അഭിപ്രായം പറയാം. നിലപാട് വേണം, നിലപാട്. ഒരിക്കൽ ചക്കാന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് മാങ്ങാന്ന് പറയരുത്, ഒരിക്കൽ മാങ്ങാന്ന് പറഞ്ഞിട്ട് പിറ്റുന്നത് തേങ്ങാന്ന് പറയരുത്. അത് തേങ്ങ തന്നെ, അത് മാങ്ങ തന്നെ. നിലപാട് വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നിപ്പോവാണ്. ഞാൻ ഏതെങ്കിലും ഇസങ്ങളെയോ ഏതെങ്കിലും സംഘടനകളെയോ ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ഞാൻ പറയുന്നത്, ബാബരി മസ്ജിദ് ഒരു വിശ്വാസിയുടെ ഹൃത്തടങ്ങളിൽ ബാബരി മസ്ജിദ് എന്നും ബാബരി മസ്ജിദ് തന്നെയാണ്. ഇവിടെ ഓരോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാ പൊളിച്ചത്, ഞങ്ങൾ ഉണർന്നപ്പോ അത് പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയാണ്, ഞങ്ങൾ ഉണർന്നപ്പോൾ ഇവിടെ കലാപം ഉണ്ടായില്ല. ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. വാൽമീകി മഹർഷി രാമനെ ദൈവത്തിന്റെ അവതാരമായി എഴുതുമ്പോൾ ആ വാൽമീകി മഹർഷി പറഞ്ഞില്ല രാമൻ ജനിച്ചത് ഈ ബാബരി മസ്ജിദ് എന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അയോധ്യയിലെ ദശരഥ രാജാവിന്റെ കൊട്ടാരത്തിലാണ് ഈ പറയുന്ന രാമൻ ജനിച്ചു എന്നാണ് വാൽമീകി മഹർഷി എഴുതിയത്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, രാമചരിതമാനസത്തിലൂടെ രാമനെ ജനകീയമാക്കിയ കവി തുളസീദാസ് പറഞ്ഞില്ല ബാബരി മസ്ജിദ് എന്ന സ്ഥലത്താണ് ഇന്നിപ്പോ രാമൻ ജനിച്ചതെന്ന് പറഞ്ഞില്ല. അതിനുശേഷം ബാബരി മസ്ജിദ് 1528 തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെടുമ്പോൾ അന്നുള്ള ആളും പറഞ്ഞില്ല ഇത് രാമന്റെ ജന്മസ്ഥലമാണ് എന്ന് പറഞ്ഞില്ല. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് മഹത്തുക്കളായി നാം കാണുന്ന ഏതെങ്കിലും ഹിന്ദു സന്യാസിമാരോ പൂജാരിമാരോ പറഞ്ഞില്ല ബാബരി മസ്ജിദ് നിൽക്കുന്നത് രാമജന്മഭൂമിയിലാണ് എന്ന്. പിന്നെ ഇതാരാ പറഞ്ഞത്? ഇന്ന് തിരിച്ചറിയാതെ പോയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ വിത്ത് ഇവിടെ പാകിയത് ബ്രിട്ടീഷുകാരാണ്. ഇവിടെ വിത്ത് പാകിയിട്ട് മുസ്ലിമിനും ഹിന്ദുവും ഐക്യപ്പെട്ട് കഴിയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാത്ത വെള്ളക്കാരനാണ് ഇവിടെ ആ വിത്ത് പാകിയിട്ട് പോയത്. അതിന് എല്ലാ പിൻബലവും നൽകി അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയത് ആലപ്പുഴ ജില്ലക്കാരനായ KK നായർ എന്ന് പറയുന്നയാള്. എന്താണ് KK നായർ? നമ്മൾ മനസ്സിലാക്കണം, ഇവിടത്തെ നമ്മളെക്കാളും വേദന ഹിന്ദുക്കൾക്കാ സഹോദരങ്ങളെ. നമ്മളെക്കാളും വേദന ഹിന്ദുക്കൾ പറയാൻ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇത്രയും കണ്ടോ, ഏതെങ്കിലും ഒരു പള്ളിമുറ്റത്ത്, ഏതെങ്കിലും ഒരു അമ്പലമുറ്റത്ത്, ഏതെങ്കിലും ഒരു ഹർത്താലിൽ പെട്ടിക്കടയിലെ നാരങ്ങ മുട്ടായി ചവിട്ടി പൊട്ടിച്ചോ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ബാബരി മസ്ജിദിന്റെ വിധിക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു വിധിയാണ് പറഞ്ഞത്. എല്ലാം നിങ്ങൾക്കാണ്, അത് ചെയ്തവർ തെറ്റാണ്. ബാബരി മസ്ജിദ് പൊളിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ്, ബാബരി മസ്ജിദ് പൊളിച്ചത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് അത് തെറ്റാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാര്, ജിയോളജി വകുപ്പ് എല്ലാവരും ഏതെങ്കിലും കഴിവില്ലാത്തത് കൊണ്ടാണോ? നന്നായിട്ട് 1-ാം തരം ബീഫും മട്ടനും കഴിക്കുന്ന മുസ്ലിമിനും മരിച്ചാലും പിഴച്ചാലും സ്വർഗ്ഗം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവന് ഇവിടെ കലാപം ഉണ്ടാക്കാറുണ്ട്. AP സമസ്തയുണ്ട്, EK സമസ്തയുണ്ട്, ദക്ഷിണയുണ്ട്, സംസ്ഥാനമുണ്ട്. എന്നാ പിന്നെ അതല്ലാത്ത മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, അതുപോലെ തന്നെ തബ്ലീഗ് പ്രസ്ഥാനമുണ്ട്. കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഓഫീസിനകത്ത് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ തങ്ങളുടെ അനുയായികളെ കൊണ്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജനാധിപത്യ രീതിയിൽ മതേതര രാജ്യത്ത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വേണമെന്ന് പറയാൻ ഇപ്പോഴും ആളുകൾ സങ്കടത്തോടുകൂടി സ്വന്തം കീശയിലെ കാശ് മുടക്കിയിട്ട് വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങാതെ ഡൽഹിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ജനാധിപത്യ രീതിയിൽ. അപ്പോഴാണ് പറയുന്നത് സമരം ചെയ്തെങ്കിലും കുഴപ്പമില്ല, ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തവരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ. ആലോചിച്ച് നോക്കിയേ, ദുആ ചെയ്യുന്നവരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ.
കൊണ്ടുപോയിക്കോട്ടെ സഹോദരങ്ങളെ. ഇപ്പോ ഒരു കണക്കിന് കൊണ്ടുപോയാൽ നല്ല ഭക്ഷണം കിട്ടും. ഇപ്പൊ ഇവിടെ വ്യഭിചാരം നടത്തുന്നവനെ ട്രെയിനിൽ എടുത്ത് തള്ളിയെടുത്ത് കൊല്ലുന്നവനെയൊക്കെ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ നല്ല ഭക്ഷണം, നല്ല ആശുപത്രിയിൽ പോകുമ്പോൾ ഭക്ഷണം ഇല്ല, ട്രെയിനിനകത്ത് നല്ല ഭക്ഷണം ഇല്ല, യാത്രക്കാർക്ക് നല്ല ഭക്ഷണം ഇല്ല, നാട്ടുകാർക്ക് ഒരു ഭക്ഷണം ഇല്ല. ഇവിടെ 10 വ്യഭിചാരം നടത്തിയിട്ട് 11ാമത് വ്യഭിചാരം നടത്തിയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ആ പെണ്ണിനെ കുത്തിക്കൊന്ന അവന് നല്ല മട്ടനും ചിക്കനും നല്ല ഭക്ഷണവും. ജയിലിൽ പോകുമ്പോൾ ഈർക്കിലിണക്ക് പോകും, തിരിച്ചു വരുമ്പോഴും നല്ല ആചാനബാഹുവായിട്ട് വരുന്നു. ആചാനബാഹുവായിട്ട് അകത്തു പോയി തിരിച്ച് മെലിഞ്ഞു വന്ന ഒരേ ഒരാളെ ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളൂ, അത് അബ്ദുൽ നാസർ മഅദനി ഉസ്താദാ. ബാക്കിയുള്ള കാരണം അദ്ദേഹം നിരപരാധിയാണ്. ഇവിടുത്തെ അപരാധികളൊക്കെ മെലിഞ്ഞു പോകും, തടിച്ചു കൊഴുത്തു വരുന്നു. നിരപരാധിയായ ഉസ്താദ് തടിച്ചു കൊഴുത്തു പോയി മെലിഞ്ഞുടങ്ങി തിരിച്ചു വന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ സഹോദരങ്ങളെ. ഇപ്പോഴും ഞാൻ പറയാണ്, ബാബരി മസ്ജിദ് നിന്നിടം ഒരിക്കലും രാമജന്മ ഭൂമിയല്ല. ഒരു സംഹിതകളിലും അങ്ങനെയില്ല. അത് നമുക്ക് തിരിച്ച് കിട്ടിയേ മതിയാവൂ. അത് തന്നേ പറ്റൂ. ജനാധിപത്യ രീതിയിൽ നമ്മൾ സമരം ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങളോട് കടപ്പെട്ട് യാചിച്ച് ഞങ്ങൾ ചോദിക്കുന്നു, ആ പള്ളി നമുക്ക് വേണം. അതിൻ്റെ അപ്പുറത്ത് 5 ഏക്കർ കിട്ടിയാൽ, ഇപ്പൊ ഭൂമി ഇല്ലാത്തവരല്ലല്ലോ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ 5 ഏക്കർ നമ്മൾ എന്നാ മതിയളയാ എന്ന് പറഞ്ഞിട്ട് പോയി ചില ആളുകൾ പ്രസംഗിക്കുന്നത് പോലെ അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കും. പോട്ടെ, നമുക്കിവിടെ വരും. ഇവിടെ 5 ഏക്കർ കിട്ടിയല്ല, 1 ഏക്കറിൽ എത്തിങ്ങാനം വെക്കാം, 1 ഏക്കറിൽ ബനാത്തും കെട്ടാം, 1 ഏക്കറിൽ വൃദ്ധസദനവും കെട്ടാം, 1 ഏക്കറിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കാം, 1 ഏക്കറിൽ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് 5 ഏക്കർ വീതിച്ചെടുത്താലേ നമ്മൾ മുൻഗാമികളായ മുഗൾ ചക്രവർത്തിമാരോട് കാണിക്കുന്ന വ്യക്തമായ അപരാധമാണ്. ഏറ്റവും നല്ല ഭരണാധികാരികളായിരുന്നില്ലേ ബാബറും ഔറംഗസീബും ഒക്കെ? ഈ ബാബർ ചക്രവർത്തി അന്ന് അക്രമം കാണിച്ചു എന്നല്ലേ അതിനർത്ഥം നമ്മൾ പറയുന്നത്? നമ്മളത് സമ്മതിച്ചിട്ട് വേണ്ട, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ ബാബർ ചക്രവർത്തി അക്രമകാരിയായിരുന്നു. പിടിച്ചു പറിച്ച് ഒരു ക്ഷേത്രം നിന്നെടുത്ത് രാമൻ ജനിച്ച ഭൂമിയിൽ ബാബരി മസ്ജിദ് ഉണ്ടാക്കിയെന്നല്ലേ പിൽത്തലമുറ നാളെ വായിച്ചെടുക്കൂ. അതുകൊണ്ട് ചരിത്രത്തെ വ്യഭിചരിക്കരുത്. നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ, കിട്ടിയാത്തതിന്റെ കലാപങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. അപ്പോഴും സംയമനം പാലിക്കുന്നു. എന്തേ ഈ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരാ മുസ്ലിം സമുദായം. അതിന്റെ ഒരുപാട് വ്യക്തമായ തെളിവുകളുണ്ട്. അതാണ് വിശുദ്ധമായ ഖുർആൻ നദീർ എന്ന് പറഞ്ഞത്. നബി മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞ നരകം കൊടുക്കുന്ന ജോലിയില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾ ഇതിനൊന്ന് തട്ടിച്ചു നോക്കി നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാവും. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫതഹിന്റെ ദിവസം വരിക, മദീനത്ത് നിന്ന് ഒന്ന് ഉത്തരവിട്ടാൽ എന്തിനും തയ്യാറായി ഒരു സമൂഹം കൂടെ ഉണ്ടാകുമ്പോൾ അവര് കടന്നു വന്നു. ആ സമയത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഓടി വരികയാണ്. മക്കം ഫതഹിന്റെ വിജയ ശ്രീലാളിതരായി അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയം കീഴടക്കി ജയിച്ചടക്കിയിട്ട് മക്കം ഫതഹാക്കാൻ വേണ്ടി വരുമ്പോൾ സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന മദീനയിലെ നേതാവിന്റെ കയ്യിൽ കൊടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊടി പിടിച്ചിട്ട് മുമ്പേ നടക്കാൻ പറഞ്ഞു. റാലി സന്തോഷത്തിന്റെ റാലി നടത്തി. അങ്ങനെ റാലി നടത്തി വരുമ്പോഴാണ് വഴിയിൽ വെച്ച് അബൂ സുഫിയാനെ കണ്ടു. അപ്പൊ അബൂ സുഫിയാൻ ബദർ യുദ്ധത്തിൽ വെച്ച് സഅദ് ബിൻ ഉബാദയെ നന്നായിട്ട് ഒന്ന് കിണ്ടിയ ആളാ. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടു കിട്ടിയപ്പോ ഇപ്പൊ നമുക്ക് അധികാരം കിട്ടിയിരിക്കുകയാണല്ലോ, എന്ത് നമുക്ക് ആവാമല്ലോ, എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ. ചിലർ പറയും പോലെ സുപ്രീം കോടതി നമുക്ക്, ഹൈക്കോടതി നമുക്ക്, ഭൂരിപക്ഷം നമുക്ക്, അതുപോലെ തന്നെ ലോക്സഭ നമുക്ക്. നബിയേ, എന്റെ പേര് ഉമ്മു ഹക്കീമാണ്. അള്ളാന്റെ ഹബീബ് എല്ലാവർക്കും മാപ്പ് കൊടുത്തല്ലോ. അബൂജഹലിന്റെ മകൻ ഇക്രിമയ്ക്ക് മാപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉണ്ട്. ഇന്ന് ഇക്രിമയ്ക്കും മാപ്പാണ്. എന്നാ നബിയെ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരട്ടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മു ഹക്കീമേ, ഇപ്പൊ എവിടെയാണ് അബൂജഹലിന്റെ മോൻ ഇക്രിമ? യമനിലേക്ക് നാട് വിട്ടുപോകാൻ തിഹാമ കടപ്പുറത്ത് കപ്പൽ കാത്തു നിൽക്കുന്നു. നബിയെ, അങ്ങ് ഉപദ്രവിക്കും, അങ്ങയുടെ കുട്ടികൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് പോയതാ. ഞാൻ മുസ്ലിമാണ്, എന്റെ ഭർത്താവ് മുസ്ലിം അല്ല, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം ഹബീബെ എന്ന് പറഞ്ഞപ്പോ ഓടി ചെന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓടി ഉമ്മു ഹക്കീം തിഹാമ കടപ്പുറത്തെത്തി. അപ്പൊ അവിടെ മറ്റൊരു സംഭവം നടക്കുകയാണ്. സഹോദരങ്ങളെ, കപ്പല് പോകാനെടുത്തപ്പോ യമനിലേക്ക് കപ്പല് കാറ്റും കോളം നിറഞ്ഞ വെള്ളത്തിന്റെ മുകളിലൂടെയുള്ള യാത്രയാണ്. കപ്പല് പോകാൻ ആരംഭിച്ചപ്പോ ക്യാപ്റ്റൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, വെള്ളത്തിന്റെ മുകളിലാണ് യാത്ര, കാറ്റും കോളം കണ്ടില്ലേ, അതുകൊണ്ട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ തിഹാമ കടപ്പുറത്തടിഞ്ഞ കപ്പലിൽ നിന്ന് കപ്പിത്താന്റെ നേരെ വിരല് ചൂണ്ടിയിട്ട് ഇക്രിമ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എടാ കപ്പിത്താനെ, ഇത് പറയണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണോ? ഇത് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ മക്കയിൽ നിന്നാ പോരെ?
ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടിച്ചിട്ടല്ലേ ഞാൻ വന്നത്, ഇത് പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ പ്രശ്നം തീരൂലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മോനെ അത് പറഞ്ഞില്ലെങ്കിൽ വണ്ടി വിടൂല. ആ സമയത്ത് കപ്പിത്താന്റെ മുമ്പിൽ നിന്ന് കപ്പലിൽ നിന്ന് എടുത്ത് ചാടി ഇക്രിമ. അപ്പോഴാണ് ഉമ്മു ഹക്കീം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന വഴി എങ്ങനെയാണ്? കപ്പലങ്ങ് വിട്ടിരുന്നെങ്കിൽ പോണെങ്കിൽ പോട്ടെ, വെള്ളത്തിന്റെ മുകളിലല്ലേ, ഞാൻ അതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നിഫാക്ക് കാണിച്ച് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനെ കപ്പൽ വിട്ടനെ ഏതോ ഒരു ലോകത്ത് പോയി ചത്തുപോയേനെ. പക്ഷേ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു. ആ മനുഷ്യന് പുറത്തിറങ്ങി ഭാര്യയുടെ കൈ പിടിച്ചു, സ്നേഹമാശ്ലേഷിച്ചു. ആ സമയത്ത് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, ഹബീബ് വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് മാപ്പ് തരുന്നു, പറ്റിക്കരുത്, ഒറ്റുകൊടുക്കരുത്. ഇല്ല, നിങ്ങൾ എൻ്റെ കൽബിന്റെ രാജാവാണ്, എൻ്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, എൻ്റെ പ്രിയപ്പെട്ടവനല്ലേ, നിങ്ങൾ എൻ്റെ രാത്രിയെ ധന്യമാക്കിയവനല്ലേ, എൻ്റെ മാരടത്തിന്റെ സുഗന്ധമേറ്റുവാങ്ങിയവനല്ലേ, അതുകൊണ്ട് പോകാ, ഞാൻ ഒറ്റുകൊടുക്കൂല. വഴിയിൽ ഒന്ന് തങ്ങി. അന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചു, തന്റെ ശരീരത്തിന്റെ ദാഹപൂർത്തീകരണത്തിന്. ആ സമയത്ത് ഉമ്മു ഹക്കീമ പറഞ്ഞു, നോനോ, പറ്റൂല, ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ മുശ്രിക്കാണ്, എന്റെ ശരീരത്തെ തൊടാൻ നിങ്ങൾക്ക് പറ്റൂലെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പറയുന്നു, എന്തോ അത്ഭുതമല്ലേ ഇത്, കാരണം ഒരു ഭർത്താവായ ഞാൻ എൻ്റെ ഭാര്യയായ നിന്റെ ശരീരത്തെ തൊടാൻ തടസ്സം നിൽക്കുന്ന ഇസ്ലാം വലിയ സംഭവം തന്നെയാണ്. ഇന്നിപ്പോ അങ്ങനാണോ? ദീനെന്ത്, അല്ല എന്ത്, നബി എന്ത്, തട്ടോ എന്ത്, നിസ്കാരത്തഴമ്പെന്ത്, ഒന്നുമില്ല, ഓടുകയാണ്. മുസ്ലിമത്തായ ഉമ്മു ഹക്കീം ശരീരത്ത് തൊടാൻ അനുവദിച്ചില്ല. അവസാനം പറഞ്ഞു, നമുക്ക് അവിടെ പോകാൻ തീരുമാനിക്കാം. തിരികെ വന്നിട്ട് അള്ളാന്റെ ഹബീബിനെ ജിബ്രീൽ എത്തിച്ചു കൊടുത്തു. ഇതാ വരുന്നു ഇക്രിമ. ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഇക്രിമ വരികയാണ്. ഉമർ വാള് വലിച്ചൂരി. അലി റളിയല്ലാഹു അൻഹു ദുൽഫുഖാർ എടുത്തു, കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഗഡ്ഗമിൽ ഇങ്ങനെ ഇരുന്ന് മിനുങ്ങുകയാണ്, തിളങ്ങുകയാണ്. ആ സമയത്ത് ഹബീബ് പറഞ്ഞു, വെക്ക് ഉമറേ, വെക്കലിയേ വാള്. അദ്ദേഹം വരുന്ന മുസ്ലിമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ അറിഞ്ഞു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അടുത്തെത്തിയിട്ട് ചോദിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി തങ്ങൾ പ്രത്യേക സഹാബത്തിനോട് പറഞ്ഞു, ഇക്രിമ വന്നാൽ അവന്റെ വാപ്പ അബൂജഹലിനെ ആരും ചീത്ത പറയല്ലേ, പോണത് പോട്ടെ. സ്നേഹത്തോടെ, സ്നേഹവസന്തത്തിന്റെ പ്രതീകത്തിന്റെ പ്രോജ്വല നാമമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ പറഞ്ഞു മുസ്ലിമായിട്ട് വരുന്നു. വന്നിട്ട് ചോദിച്ചു, എന്താ അങ്ങ് പറയുന്നത്? ഞാൻ പറയുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. ഏകനാണവൻ, മനുഷ്യബുദ്ധിയെ പരസ്യമാകിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മേൽ കൈകൂപ്പരുത്. ഞാൻ റസൂലാണ്, ഞാൻ മനുഷ്യനാണ്, അടിമയാണ്, റസൂലാണ്, ഹബീബാണ്, ഖലീലാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെന്താ നിങ്ങൾ പറയുന്നത്? നിസ്കരിക്കണം, നോമ്പൊടിക്കണം, സക്കാത്ത് കൊടുക്കണം, പലിശ വാങ്ങരുത്, കള്ളു കുടിക്കരുത്. ആ കൈയൊന്ന് നീട്ടുവോ? ഇക്രിമ കൈ നീട്ടി. അള്ളാന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ 2 കൈ നീട്ടിക്കൊടുത്തു. അത് ചേർത്ത് പിടിച്ച് നെഞ്ചത്തേക്ക് വെച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഇസ്ലാമിലോട്ട് കടന്നു വന്നു. ഇന്നും എത്ര ഹദീസ് കാണാം. അൻ ഇക്രിമ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എത്ര ഉണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. നബിതങ്ങൾ നരകം കൊടുക്കണമെങ്കിൽ ഇക്രിമയ്ക്ക് കൊടുക്കണം. അത്ര ഉപദ്രവിച്ചവനാണ്, അത്രയും ഒരുപാട് പീഡിപ്പിച്ചവനാണ്. ഇല്ല, മാപ്പ് കൊടുത്തു. അതാണ് ബാബരി മസ്ജിദിന്റെ വിധിയിൽ സുപ്രീം കോടതിയുടെ, മഹാന്മാരായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ മഹത്തായ വിധിയിൽ മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത്, ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നു. ആ പള്ളി എന്ന് പറയുന്നത് തന്നെ സമാധാനത്തിന്റെ ഗേഹമാണ്. ആ സമാധാനത്തിന്റെ ഗേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടിപിടി കൂടുന്നത് ശരിയല്ല. അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് കിട്ടിയേ പറ്റൂ, നീതി നടപ്പിലായേ പറ്റൂ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും 5 ഏക്കറും വേണ്ട, 1/2 ഏക്കറും വേണ്ട. ആ പള്ളി നിന്ന സ്ഥലത്ത് അതുപോലത്തെ ഒരു പള്ളി വെച്ച് തരേണ്ട, പള്ളി വെക്കാൻ അനുവാദം തന്നാലും മതി. ഇവിടെ എത്ര പള്ളി വയ്ക്കണേ? അറബികൾ എത്ര ഉള്ളത്? പാവപ്പെട്ട യൂസുഫിൽ എത്ര ക്ഷേത്രം വെച്ചുകൊടുക്കുന്നു? ഒരു യൂസുഫിൽ വിചാരിച്ച ബാബരി മസ്ജിദ് വയ്ക്കാൻ പറ്റൂലേ? എന്തിന്? എറണാകുളം ജില്ലയിലെ ഒരു വഴിയോര കച്ചവടക്കാരന്റെ അവന് കിട്ടുന്നതിൽ ഒരു നാണയം ഒട്ടി ചെറിയ ടെന്നിലിട്ട് സൂക്ഷിച്ചാൽ ഒരു പള്ളി വെക്കാൻ കിട്ടൂലേ? അതിന് നിങ്ങൾ അനുവാദം തന്നാൽ മതി. നീതി നിങ്ങൾ നടപ്പിലാക്കുക. നമുക്ക് 5 ഏക്കറും വേണ്ട, ഒന്നും വേണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് മനസ്സിലാക്കി, അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 4-മതായി ഞാൻ നിർത്തുന്നു. 4-മതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, 4-മത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദാഇയൻ ഇലല്ലാഹ്,
ദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നയാളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ദഅവത്ത് നടത്തുകയാണ്. പക്ഷേ അജ്മയുടെ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വരണം. ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ എന്നെ നരകത്തിൽ വിടും അല്ലാഹു തആല. വേറെ പ്രഭാഷകന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എവിടെ വിളിച്ചാലും അങ്ങനെ തന്നെ എന്റെ സഹോദരങ്ങളെ. പക്ഷെ ഹബീബിന്റെ ദഅവത്ത് അങ്ങനെയല്ല. അല്ലാഹ് പറഞ്ഞു ബിഇദ്നിഹി, അല്ലാഹുവിന്റെ ഓർഡറാണത്, നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്തിയത് അല്ലാഹുവിന്റെ അനുമതി പ്രകാരമാണ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമാണ്. അതുകൊണ്ട് ഒന്നും വിട്ടുകളയാൻ പറ്റൂല. അങ്ങനെ റസൂൽ എന്തെങ്കിലും വിട്ടിരിക്കണമായിരുന്നുവെങ്കിൽ സൂറത്തുൻ നൂർ നബി തങ്ങൾ മാറ്റണമായിരുന്നു. ചിന്തിക്കണേ, ഒന്ന് ശ്രദ്ധിക്കേ. നബി തങ്ങൾ എന്തെങ്കിലും അതിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ദഅവത്തിൽ നിന്ന് മാറ്റിവെക്കണമായിരുന്നെങ്കിൽ സൂറത്തുൻ നൂർ നബി തങ്ങൾ മാറ്റണമായിരുന്നു. കാരണം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പറ്റി വ്യഭിചാരോപണം നടത്തിയ ആ സംഭവത്തിന്റെ പ്രതിപാദ്യ വിഷയം സൂറത്തുൻ നൂറിലാണ്. അത് പിൽക്കാലത്ത് ആരും അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹബീബ് മാറ്റിയോ? ഇല്ല, മാറ്റാൻ പറ്റൂല. നബി തങ്ങളെ ചെറിയ ഒരു നുള്ളു കൊടുത്ത്, ഒരു ചെറിയ പിച്ച് കൊടുത്തിട്ട് ഒരു കുറ്റപ്പെടുത്തൽ, ഒരു ചെറിയ നുള്ള്, കുട്ടികളെ ബഹളം വെക്കുമ്പോ നമ്മൾ ചെറിയൊരു നുള്ളു കൊടുക്കുമ്പോൾ, നുള്ളെന്നല്ലേ ഇവിടെ പറയുന്ന, നുള്ള് എന്താ പറയാ, ഇങ്ങനെ തൊലി പിടിച്ചിട്ട് പത്തേ ഉള്ളല്ലേ, ഞാൻ 11 കരുതിയത്. ഇതാ നുള്ളെന്നാ പറയുന്ന, നുള്ള് അല്ലേ, ഒരു നുള്ളു കൊടുക്കൂലേ? അങ്ങനെ നുള്ളു കൊടുത്തുകൊണ്ടുള്ള സൂറത്താണ് സൂറത്തുൽ അബസ. എന്താ കാരണം? ആളുകളൊക്കെ ക്ഷണിച്ച് കുറെ ആളുകൾ രക്ഷപ്പെടട്ടെ, അവരുടെ സമൂഹം രക്ഷപ്പെട്ടെ എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നബി തങ്ങളോടൊപ്പം നിഴലായിട്ട് നടക്കുന്ന ഒരാള് കടന്നു വന്നു. അദ്ദേഹം അന്ധനാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നപ്പോ നബിയോട് സംശയം ചോദിച്ചു വന്നപ്പോ, പിന്നീട് ആവാല്ലോ, എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളല്ലേ, എവരെ ഇനി കിട്ടൂല, അവരാണെങ്കിലോ മുസ്ലിങ്ങളും അല്ല, അവരുമായിട്ടൊന്ന് സംസാരിച്ച് അവരെ രക്ഷപ്പെട്ടാലോ ഒരു സമൂഹം മുഴുവൻ രക്ഷപ്പെടും, അവരുടെ അനുയായികളൊക്കെ രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാതിരുന്ന് ഈ എവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിനൊരു വിഷമം തോന്നി. എന്നെ പരിഗണിച്ചില്ലല്ലോ എന്നൊരു വിഷമം തോന്നി. ആ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോ നെഞ്ച് പൊട്ടി അദ്ദേഹത്തിൻ്റെത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അബസ, അങ്ങ് നെറ്റി ചുളിച്ചു അല്ലേ, വതവല്ല, അങ്ങ് മുഖം തിരിച്ചു അല്ലേ, അൻജഅഹുൽ അഅമ, അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം വന്നപ്പോ എന്താ നബി അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച ആ സൂറത്ത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാറ്റണമായിരുന്നു. മാറ്റിയോ? മാറ്റിയില്ല. എല്ലാം നമുക്ക് എത്തിച്ചു തന്നു. ദഅവത്ത് അല്ലാഹുവിന്റെ ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോ, ഒരു കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ് നമ്മൾ അനുസരിക്കാതിരുന്നാൽ നമ്മൾ പെടും. ഒറ്റ കാര്യം. ഞാൻ ആദ്യം ഒരു ഹദീസ് ഓർമ്മയില്ലേ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായത്തിലെ എല്ലാ വിഭാഗവും സ്വർഗ്ഗത്തിലാണ്. കുല്ലു ഉമ്മത്തി, എന്റെ സമുദായം മുഴുവനും എന്ന് പറഞ്ഞ് അള്ളാനെ അംഗീകരിച്ച്, മുഹമ്മദ് മുസ്തഫാനെ അംഗീകരിച്ച്, മലായിക്കത്തുകളെയും കിതാബുകളെയും അതുപോലെ തന്നെ പ്രവാചകന്മാരെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നവർ, അവരുടെ കൊടിയുടെ നിറമേതോ ആകട്ടെ, അവരുടെ പള്ളിയുടെ വലിപ്പം എന്തോ ആകട്ടെ, അവരുടെ തലയെക്കെട്ടിന്റെ വലിപ്പം എങ്ങനെയാകട്ടെ, അവരുടെ ഉടുത്തിരിക്കുന്ന കുപ്പായത്തിന് ഇറക്കം കൂടട്ടെ കുറയട്ടെ, ഏതായിരുന്നാലും എന്തായിരുന്നാലും എൻ്റെ ഉമ്മത്താണോ സ്വർഗത്തിലാണ്. പക്ഷെ ഇല്ലാ മൻ അബാ, എൻ്റെ പെങ്ങളെ ഈ അബയിൽ നിങ്ങൾ പെടരുത്. ഇല്ലാ മൻ അബാ, വിലങ്ങി നിൽക്കുന്നവർ സ്വർഗത്തിൽ കയറൂല. ചോദിച്ചു നബിയെ, സ്വർഗത്തിൽ കയറാതെ മടിച്ചു നിൽക്കുന്നവരുണ്ടോ? ഉണ്ട് സഹാബ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ്. എന്നെ വഴിപ്പെട്ടവരൊക്കെ എന്നോട് സ്വർഗത്തിലാണ്. ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കാത്തവൻ, ഞാൻ ദാടി വെക്കാൻ പറഞ്ഞിട്ട് വെക്കാത്തവൻ, ഞാൻ തൊപ്പി വെക്കാൻ പറഞ്ഞിട്ട് വെക്കാത്തവൻ, അല്ലെങ്കിൽ തൊപ്പി എന്ന് പറഞ്ഞാൽ അത് തലമറച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. സഹോദരങ്ങളെ, ഏതായിരുന്നാലും എന്റെ ഹബീബ് പറയുന്നത് അനുസരിക്കാത്തവരാരോ അവര് നാളെ സ്വർഗത്തിൽ കയറാതെ മഹ്ശറിൽ വിലങ്ങി നിൽക്കുമെന്നാണ്. ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ഹബീബ് നേതൃത്വം കൊടുക്കാൻ മദീനത്തുൻ നബവിയിൽ എത്തുമ്പോൾ ഒരു മനുഷ്യനതാ പള്ളിയുടെ മൂലയിൽ കിടക്കുകയാണ്. ഇതൊന്ന് കേൾക്കണേ സഹോദരങ്ങളെ.
ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അലിയെ ചെന്ന് വിളിക്ക്, അയാളെ സമയായി. അലിയാര് തങ്ങൾ റളിയല്ലാഹു അൻഹു ചെന്ന് വിളിച്ചു. അദ്ദേഹം എഴുന്നേറ്റു, ഒളുവെടുത്തു, നിസ്കരിച്ചു, സലാം വീട്ടി പുറത്തിറങ്ങുമ്പോ അലി റളിയല്ലാഹു അൻഹു ഹബീബ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഏ ഹബീബേ, ഏ നബിയേ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയും ഉമ്മയും അങ്ങക്ക് മുമ്പിൽ ദണ്ഡമർപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് സാബിഖുൽ ഖൈറാത്ത്, അങ്ങ് ഏത് നന്മ കണ്ടാലും ചാടി വീണ് ചെയ്യുന്നവരല്ലേ, എന്തുകൊണ്ടാ ഹബീബേ ഒരാളെ നിസ്കാരത്തിന് വേണ്ടി ഉറക്കിൽ നിന്ന് വിളിക്കുന്നത് പുണ്യമായ ഇബാദത്തല്ലേ, എന്താണ് അങ്ങ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അലിയേ, ഞാൻ ഹബീബാണ്, റസൂലാണ്, നബിയാണ്. എന്റെ വാക്കിനവന് ഉത്തരം തരാതെ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നു പോയാൽ ആ മനുഷ്യനും നരകമല്ല കൊടുക്കൂലേ. നീ നബിയല്ലല്ലോ, വിളിച്ചിട്ട് ആ മനുഷ്യന് ഉണരാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നാലും അല്ല ഉറക്കത്തിന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യും. പക്ഷെ ഞാൻ വിളിച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാതിരുന്ന അള്ളാഹു അവനെ ശിക്ഷിക്കും അലിയേ. കാരണം ഞാൻ അള്ളാന്റെ ദാഇയാണ്, അള്ളാഹുവിന്റെ ദാഇയാണ്. ഞാനാണ് ജനങ്ങളെ അള്ളാഹിലേക്ക് ക്ഷണിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കേണ്ട ജോലി ഹബീബിനാണ്. അള്ളാന്റെ ജോലിയോ വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്യൂട്ടി എന്താ? നമ്മളെല്ലാവരെയും പിടിച്ച് അള്ളാന്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കുക. അള്ളാന്റെ ഡ്യൂട്ടി യദൂ ഇലാ ദാരിസ്സലാം, സ്വർഗത്തിൽ കൊണ്ടുപോവുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ഇവിടുത്തെ പ്രമേയം, പ്രാർത്ഥന കവചമാക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാത്തിലും മാതൃകയുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് റോൾ മോഡലാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാം. എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഉസ്താദിൻ്റെ PDP പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ സമസ്തയിലും AP-യിലും EK-യിലും ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ സംഘടന, കോൺഗ്രസ്സിൽ, ലീഗിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവും. പല സംഘടനയിൽപ്പെട്ട ആളുകളുണ്ടാവും. ഞാൻ ഒരു ചെറിയൊരു സംശയം ചോദിക്കാം, ഒറ്റ സംശയം. നിങ്ങൾ ഏതൊരു പാർട്ടിയാണോ സംഘടനയാണോ ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ, അതിൻ്റെ നേതാവ് ആരാണെന്നും നിങ്ങൾക്കറിയാം. അതുണ്ടാക്കിയ ആള്, ഇപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആളാരാ, കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാരാ, കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കിയ ആളാരാ, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. മഅദനി ഉസ്താദാണ് PDP ഉണ്ടാക്കിയത്, അത് നമുക്കറിയാം. മഅദനി ഉസ്താദ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്ന ആളുകളും ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഉസ്താദിന്റെ ദാടി രോമങ്ങൾ എത്ര എണ്ണം നരച്ചിട്ടുണ്ട്? ഒന്ന് പറഞ്ഞു തരും. ഞാൻ ഇന്നിവിടെ ഈ പണി അവസാനിപ്പിച്ച് നാളെ കിളയ്ക്കാൻ പോകും. നിങ്ങൾ പറയും, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആർക്കെങ്കിലും പറയാം, സ്വന്തം നേതാക്കന്മാരുടെ ദാടി രോമം എത്ര നരച്ചു എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ? ഇല്ല. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലും ദാടി രോമങ്ങളിലുമായി നരച്ച രോമങ്ങളുടെ എണ്ണം ഷമാഇൽ തുർമുദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 21 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം, എത്ര ഭാര്യമാര്, എത്ര മക്കൾ, ഏതൊക്കെ മക്കൾ മരണപ്പെട്ടു, ഏതൊക്കെ മരണപ്പെട്ട വയസ്സെത്ര, ഏതൊക്കെ ഭാര്യമാരുടെ വീട് എവിടെ, അവർ ഏത് പശ്ചാത്തലത്തിൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നു, എത്ര ദിവസം രാത്രി പങ്കിട്ടു, അവർ തമ്മിൽ എത്ര ദിവസം പകല് പങ്കിട്ടു, ഏത് യുദ്ധത്തിന് ഏത് ഭാര്യ പോയി, ഇത് ആർക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ? നമ്മുടെ ഹബീബിനെ പറ്റി അല്ലാതെ. എന്തൊരു വ്യക്തിപ്രഭാവമാണ്, എന്തൊരു ത്യാഗമാണ് നമുക്ക് നമ്മുടെ സഹാബത്ത് ചെയ്തു തന്നത്. നബി തങ്ങളെ കൃത്യമായി പഠിച്ചിട്ട് മുഖദാവിലേക്ക് നോക്കിയിരുന്നിട്ട് എൻ്റെ ഹബീബിന്റെ വലത്തെ ദാടി ഭാഗത്ത് ഇത്ര രോമം നരച്ചു, ഇടത്തെ ദാടി ഭാഗത്ത് ഇത്ര രോമം നരച്ചു. എന്തൊക്കെ ശമായിൽ തുറമുതി ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? രണ്ട് വരി പല്ലിന്റെ മുകളിലത്തെ ഒരു വരി പല്ലിന്റെ ഇടയിലെ ഒരു രോമത്തിന്റെ ഇടയിൽ ചെറിയ വിടവുണ്ടെന്ന് പഠിപ്പിച്ചു അല്ലേ? കുന്നിൻ പുറത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാള് നടക്കും പോലെയാണ് എൻ്റെ ഹബീബ് നടക്കുന്നതെന്ന് പഠിപ്പിച്ചു ശമായിൽ തുർമുദി. കാരണം നെഞ്ചു വിരിച്ചിട്ട് ഞാൻ ഹബീബാണടാ എന്ന് പറഞ്ഞിട്ടല്ല നടന്നത്. ഒരാൾ വീണു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആള് എങ്ങനെ നടക്കും? ഇപ്പൊ മുന്നിലോട്ട് ഇറങ്ങി, ഞാൻ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോ ഇങ്ങനെ ഇറങ്ങൂല, കാരണം മൂക്കും കുത്തി വീഴും. അപ്പൊ ഞാൻ പോകുന്ന എങ്ങനെയാണ്? ഇപ്പൊ വിഴുവോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ പോവാ. അതുപോലെ ഹബീബ് നടക്കുന്നത് ഇല്ലേ? എത്ര രോമം നരച്ചിട്ടുണ്ട്. ഈ വിശാലമായ നെഞ്ചിന്റെ ഉടമ, വിരലുകൾക്ക് നീളം കൂടുതൽ, വില്ലൊത്ത പുരികമാണ്, പല്ലുകൾ ദന്തനിരകൾ പല്ലിമുട്ട നിരത്തി വെച്ചതുപോലെയാണ്. ഈ നെഞ്ചിന്റെ രണ്ട് നെഞ്ചിന്റെ ഇടയിലൂടെ താഴെ പൊക്കൽ കൊടിയിലേക്ക് വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് വരച്ചതുപോലെ ഒരു നേർത്ത വര, നെഞ്ചിന്റെ രോമത്തിന്റെ വര.
എത്ര വിശാലമായിട്ട് ആ ശമായിൽ തുറമുറി കിട്ടുമെങ്കിലും ഒന്ന് വായിച്ച് പഠിക്കും. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് നബി തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറ, അല്ലാതെ ചുമ്മാ തള്ളല്ലേ. ചില ആളുകൾ പറയും, ഞാൻ ഇന്നലെയും കണ്ടു, വെളുക്കുന്നത് വരെ നബിയുമായിട്ട് സംസാരിച്ചു, ഞങ്ങൾ റൗളയിൽ അവിടെ ഭാഗത്തിരുന്നു, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, നബി തങ്ങൾ ഇങ്ങോട്ട്. ഇപ്പൊ ഭയങ്കര തള്ളാണ് ആളുകൾ, ഞാൻ കണ്ടു സ്വപ്നം, ഞാൻ കണ്ടു സ്വപ്നം. എന്നാ ഒന്ന് ചോദിച്ചോട്ടെ, നബിയുടെ രൂപം അങ്ങനെയാണ്. ഇവിടെ മഹാന്മാര് കാണുന്ന അവര് നബിതങ്ങളെ കൃത്യമായി പഠിച്ച് 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 ഇപ്പൊ നമ്മൾ പ്രേത കഥ വായിച്ച് കിടന്നാൽ അന്ന് കൃത്യമായിട്ട് സ്വപ്നം കണ്ടിരിക്കും, ഇല്ലേ? കണ്ടിരിക്കും. അതുകൊണ്ട് ആരും വായിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും വായിച്ചിട്ട് അതേപോലെ ഓർത്തം കിടന്ന അത് നമ്മൾ കണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ പോലും കൂടെ വരുന്ന ആള് പോലും സ്ഥിരമായി എൻ്റെ കൂടെ വരുന്ന ദിവസങ്ങളിലൊക്കെ വീട്ടിൽ പോയാൽ രാത്രി ഇങ്ങനെ ഗിയർ പിടിച്ചിടുന്നത് പോലെ കാണിക്കും രാത്രി ഉറക്കത്തിൽ. കാരണം എന്താണ്? അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോകണം. ഉറക്കത്തിൽ അങ്ങനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമ്മൾ വായിച്ച് പഠിച്ച് നമ്മളിങ്ങനെ കിടക്കണം. സ്വലാത്ത് ചൊല്ലി കിടക്കുമ്പോൾ ആ ഉറക്കത്തിൽ കൃത്യമായിട്ട് വന്നിരിക്കും. ഉറപ്പാണ് വന്നിരിക്കും. നമുക്ക് വന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് പോവാനാ? നമ്മുടെ അടുത്ത് നമ്മുടെ ഹബീബ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരടുത്ത് പോകാനാ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്കി അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എല്ലാ അർത്ഥത്തിലും നമ്മൾ കൃത്യമായി നമുക്കൊരു മാതൃകയുണ്ട്, ഒന്നിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂല. എന്ത് നബി തങ്ങളുടെ മണം, ഓ എൻ്റെ സുബ്ഹാനല്ലാഹ്, അതുപോലെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്തില്ലേ, നബി തങ്ങൾ വരുമ്പോ ഇന്ന മണമാണ്. എന്തൊരു പ്രത്യേകതയാണ് നമ്മുടെ ഹബീബിന്. അവസാനം മനുഷ്യനാണോ പോലും നമ്മൾ സംശയിച്ചു പോകും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഖുൽ നബി അങ്ങ് പറ, ഇന്നമാന ബശറും മിസ്ലുക്കും, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാന്ന് പറഞ്ഞേക്ക്. ചില ആളുകൾ അത്ര മുറിച്ചെടുത്തിട്ട് പറയാ, മക്കയിലെ ബാലനാന്നേ. ഇത് പറയുന്നൊരു ബാലൻകുട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ മക്കയിലെ ഒരു ബാലനാന്നേന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആയത്ത് ഓതുകയാണ്, ഖുൽ ഇന്നമാന ബശറും മിസ്ലുക്കും. അതെന്താ ആയത്ത് പറയാൻ കാരണം? നഖം പോലും വെട്ടിവെച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിയർപ്പ് ഉറ്റി വീഴുമ്പോ അതിനെ ചെറിയ കുപ്പിക്കകത്താക്കിയിട്ട് അപ്പറായിട്ട് ഉപയോഗിക്കുന്നു സഹാബത്ത്. വായിൽ നിന്ന് വെള്ളം കൊപ്പിളിക്കുമ്പോ ചെന്ന് നിന്നിട്ട് പിടിച്ചിട്ട് അത് കുടിക്കുന്നു സഹാബത്ത്. കൊമ്പ് വെപ്പിക്കാന്ന ചികിത്സയുണ്ട്. ആ കൊമ്പ് വെപ്പിച്ച രക്തം ആരും കാണാതെ കൊണ്ട് കളയെന്ന് പറഞ്ഞൊരു സഹാബിയുടെ കയ്യിൽ കൊടുത്തു. ആരും കാണാത്തടത്ത് ഒഴിക്കാൻ പറഞ്ഞു. കാരണം സഹാബത്ത് പോയി അത് പിറക്കുമെന്നറിയാം. അങ്ങനെ അദ്ദേഹം കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വന്നു. ചോദിച്ചു, മോനെ ആരും കാണാത്തടത്ത് ഒഴിച്ചോ? ആരും കാണാത്തടത്ത് ഞാൻ ഒഴിച്ചു നബിയെ. നബി തങ്ങൾക്ക് ചെറിയ ഡൗട്ട് തോന്നി, ആരും കാണാത്തടത്ത് തന്നെ ഒഴിച്ചത്? അതേ നബിയെ, ഞാൻ ആരും കാണാത്തടത്താ ഒഴിച്ചത്. നീ എന്ത് ചെയ്തു? ഞാൻ കുടിച്ചു, എന്റെ വയറിനകത്ത് ആരും കാണൂലല്ലോ. ദുഷിച്ച രക്തം ഉണ്ടല്ലോ. നബി തങ്ങളെ പറ്റി എങ്ങനെ പറഞ്ഞുകൂടാ? ബോഡി വേസ്റ്റ് എന്ന് ചില ആളുകൾ പറയും, അതിന് പറയിപ്പിക്കും ചില ആളുകൾ. നമ്മളതൊന്നും ആ ഭാഗത്തെ പറ്റി ഒന്നും നമുക്ക് പറയണ്ട. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത്രയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് നമ്മൾ ചിന്തിച്ചോ, ഇനി അല്ലാഹ് ആണോ നബി? അത് വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുക്കും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ അത് പിടിച്ചിട്ട് നബി മനുഷ്യനാണെന്ന് പ്രമേയം അവതരിപ്പിക്കാനും അതുപോലെ സിംബോസി ഇറക്കാനും അല്ലെങ്കിൽ ഉപന്യാസം നടത്താനും അല്ലെങ്കിൽ ക്യാമ്പയിൻ വെക്കാനും വേണ്ടിയിട്ടല്ല മക്കളെ അത് അല്ലാഹു തആല പറഞ്ഞത്. മറിച്ച് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അവസാനം ദൈവീകത കൽപ്പിച്ചിട്ട് അള്ളാന്റെ ഹബീബിനെ സുജൂദ് ചെയ്തു പോകുമോ? നമ്മൾ അങ്ങനെയാണല്ലോ. കൂടുതൽ ആദരവാകുമ്പോ അവസാനം നമ്മൾ ആ അബദ്ധത്തിൽ ചെന്ന് വീഴുമോ എന്ന് പേടിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുക്കില്ലെങ്കിൽ ആകെ പ്രശ്നമാവും ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാലാമത്തേത് ദാഇയൻ ഇലല്ലാഹ്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ ഓർഡർ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് ദഅവത്ത് നടത്തിയവരാ. അഞ്ചാമതായി അള്ളാഹ് പറഞ്ഞു, അവസാനിപ്പിക്കുകയാണ്, വസിറാജം മുനീറാ. അങ്ങ് സിറാജം മുനീറാണ്, അങ്ങ് സിറാജം മുനീറാണ്. മുനീർ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്. ഇതേത് സിറാജാണെന്ന് നിങ്ങൾക്കറിയോ? സൂറത്തു നൂഹിൽ അല്ലാഹ് ഈ സിറാജ് ഏതെന്ന് അവിടെ പറഞ്ഞു, വജഅൽനൽ ഖമറ ഫീഹിന്ന നൂറാ വജഅല ശംസ സിറാജാ. അല്ലാഹു ഇവിടെ സിറാജ് എന്ന് പറഞ്ഞ സൂര്യനെയാണ്. സൂര്യൻ പ്രകാശിക്കുന്ന സൂര്യനാണ് ഹബീബ് മുസ്തഫ. എന്തുകൊണ്ട് അവിടെ അല്ലാഹു ശംസ മുനീറ പ്രകാശിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞു?
പറഞ്ഞില്ല, മറിച്ച് അല്ലാഹു പറഞ്ഞത് പ്രകാശിക്കുന്ന വിളക്കെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അവിടെ സിറാജ് എന്ന് പറഞ്ഞിട്ട് ശംസിനെ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഇങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്. നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് പള്ളി ദർസുകളിൽ. എന്തുകൊണ്ട് അല്ലാഹു ശംസം മുനീറ എന്ന് പറയാതെ സിറാജം മുനീറ എന്ന് പറഞ്ഞു? എന്നിട്ട് അവിടെ ശംസിന്റെ അടുത്ത് സിറാജിന്റെ അടുത്ത് ശംസിനെ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സിറാജ് അല്ല ശംസ് തന്നെയാണ്. പക്ഷേ അവിടെ സിറാജ് എന്ന് പറയാ കാരണമുണ്ട്. എന്താ? ഒരു സൂര്യനിൽ നിന്ന് മറ്റൊരു സൂര്യൻ ഉണ്ടാകൂല, ഒരു സൂര്യനിൽ നിന്ന് മറ്റൊരു സൂര്യൻ വരൂല. പക്ഷെ ഒരു വിളക്കിൽ നിന്ന് കോടാനകോടി വിളക്കുകൾ ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് വിളക്കാണ്. അവിടെ നിന്ന് പ്രകാശിക്കുന്ന വിളക്ക് കൊളുത്തിയെടുത്തു സഹാബത്ത്, അതിനെ കൊളുത്തി കൊടുത്തു താബിഈങ്ങൾക്ക്, അവിടെ നിന്ന് കൊളുത്തിയെടുത്തു തബഅ താബിഈങ്ങൾക്ക്, അവിടെ നിന്ന് സലഫ് സാലിഹീങ്ങൾ വഴി മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ ഫുഖഹാക്കൾ മഹാന്മാരായ ഉലമാക്കൾ വഴി ഇമാമീങ്ങൾ വഴി ഇന്ന് അൽഹംദുലില്ലാഹ് ഉലമാഇന്റെ കയ്യിലെത്തിയിരിക്കുകയാണ്. അന്ന് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല വഹ്യ് കൊടുത്തെങ്കിൽ ഇന്നത്തെ പ്രവാചകന്മാർക്ക് അല്ലാഹ് ഇൽഹാം കൊടുത്തു. അന്നത്തെ പ്രവാചകന്മാർക്ക് ഗൈബിയായ ചില കാര്യങ്ങൾ അല്ലാഹ് അറിയിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് അല്ലാഹു കശ്ഫ് എന്ന ഇൽമ ഉലമാക്കൾക്ക് കൊടുത്തു. അന്നത്തെ പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തെങ്കിൽ ഇന്നത്തെ ഉലമാഇന് അല്ലാഹ് കറാമത്ത് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ, ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിന്റെ പ്രവാചകന്മാരെ പോലെയാണ് എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാര്. ഇന്ന് ഈ ഉലമാവ് കൊളുത്തിയെടുത്തത്, ഇന്ന് ഇവിടത്തെ ഉസ്താദുമാര് പണ്ഡിത ശ്രേഷ്ഠര് അവര് കൊളുത്തിയെടുത്തത് എവിടെ നിന്നാണ്? ആരംഭപ്പൂവായ ഹബീബേ അവിടത്തെ വിളക്കിൽ നിന്ന് കൊളുത്തിയെടുത്തതാണ്. കോടിക്കണക്കിന് കോടിക്കണക്കിന് വിളക്കുകൾ അവിടുത്തെ വിളക്കെന്ന സംസന്ന സിറാജെന്ന ആ മുനീറിൽ നിന്ന് വിളക്കിൽ നിന്ന് കൊളുത്തിയെടുത്തെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മരിച്ചിട്ടില്ല, വഫാത്തായിട്ടില്ല, ഇന്ന് നമ്മളിൽ ജീവിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുടിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ബിസ്മി ചൊല്ലിയാൽ നമ്മളിൽ ഹബീബ് ജീവിച്ചിരിക്കുകയാണ്. ഇന്ന് നടക്കുമ്പോ വലതുഭാഗം ചേർന്ന് നടന്നാൽ, ഉടുക്കുമ്പോ വലതുഭാഗത്തേക്ക് ആദ്യം മുണ്ടുവെച്ച് ഇടതുഭാഗത്ത് തിരികെ വെച്ചാൽ, അതുപോലെ നമ്മൾ ഏതും വലത്തതിനെ മുന്തിച്ചാൽ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ അന്തർലീനമാണ് സഹോദരങ്ങളെ. അതുമാത്രമാണോ? സ്വഭാവത്തിലും അതുപോലെ സൗന്ദര്യത്തിലും നബി സൂര്യനാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്ക്, ചില ആളുകളെ സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ പറയൂ അവൻ എന്തൊരു സൗന്ദര്യമാണ്, യൂസുഫ് നബിയെ പോലെ തിളങ്ങുന്നു എന്ന് പറയും. എന്തേ ഹബീബിനെ പോലെ തിളങ്ങുന്നു എന്ന് പറയാത്തത്? എന്തുകൊണ്ടെന്നറിയോ? അള്ളാന്റെ റസൂലിനെ പറ്റിയിട്ട് അങ്ങനെ പറയാത്തത് എന്തുകൊണ്ടാ? സൂര്യനല്ലേ ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ളത്, അതിനേക്കാൾ സൗന്ദര്യം സൂര്യനല്ലേ. പക്ഷെ ആരെങ്കിലും പറയോ സൂര്യനെ പോലെ ലംഘുന്നു എന്ന് പറയൂല, ചന്ദ്രനെ പോലെ ലംഘുന്നു എന്നാ പറയുന്നത്. കാരണം സൂര്യനെ കാണാൻ നമ്മുടെ കണ്ണുകൾ അശക്തമാണ്. ചന്ദ്രനെ കണ്ടതീർക്കാം, വെളുക്കും വരെ കണ്ടാല് കണ്ണിന് പ്രശ്നമല്ല. കശം സീതൽഹാറോലിൽ ഐനൈനി മിൻ ബുഊദി صغيرة وتوكل للطرف من أمامي. അള്ളാന്റെ ഹബീബിനെ ദൂരെ നിന്ന് നോക്കുമ്പോ നമുക്ക് കാണാം, പക്ഷെ അടുത്തടുത്തെത്തുമ്പോ കണ്ണ് നമുക്ക് കാണാൻ പറ്റില്ല. സൂര്യനെ ദൂരെ നിന്ന് നോക്കുമ്പോ എന്തെങ്കിലും തടസ്സം വെച്ചിട്ട് നോക്കുമ്പോ കാണാം, പക്ഷെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. നമ്മുടെ ഹബീബിനെ പഠിക്കുമ്പോ സഹോദരങ്ങളെ, ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ വരികയാണ്. കാഞ്ഞിരമറ്റം പള്ളിയിൽ വെച്ച് നാഗരേശം എന്ന് പറയുന്ന ഇന്നത്തെ ഹൈക്കോടതിയുടെ ജഡ്ജി പറയുന്നു, ഒരു നേതാവെന്ന് പറഞ്ഞ് ആരുടെ മുമ്പിൽ സമീപിച്ചാലും അവരുടെ ഉള്ളറിയുമ്പോ നമ്മളുടെ മനസ്സിനകത്തുള്ള ബഹുമാനത്തിന്റെ ബിംബം ഉടഞ്ഞു പോകുന്നു. അവര് പെണ്ണ് കേസ് പ്രതിയാണ്, അഴിമതിക്കാരനാണ്, കൈയിട്ട് വാരിയാണ്, അയാള് കുടുംബം പോറ്റാത്തവനാണ്. അത് ഏത് ആർട്ടിസ്റ്റുകളാണെങ്കിലും പൊളിറ്റിക്കലിലാണെങ്കിലും ഏതിലാണെങ്കിലും ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, അവർ ആരുടെ ഫാൻസ് ആണോ, ആരുടെ ഫാനാണോ, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പറ്റി പഠിക്കുമ്പോ അവര് ഒന്നുമല്ല വട്ടപൂജ്യമാണെന്നറിയുന്നു. പക്ഷെ നേതാവെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജി
ജഡ്ജി നാഗരേശ് കാഞ്ഞിരമറ്റത്ത് പറഞ്ഞത്, സഹോദരങ്ങളെ അടുക്കും തോറും അത്ഭുതപ്പെടുത്തണം. അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി പ്രഭാവത്തിന്റെ പ്രോജ്വല നാമമേ ത്വാഹ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. സർവശക്തനായ അല്ലാഹു നമുക്ക് നമ്മുടെ ഹബീബിനെ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാഹു അവിടുത്തെയുടെ എല്ലാ വസീലയും ഫളീലയും ദറജത്തുർ റഫീഅയും എല്ലാം മഖാമും മഹ്മൂദും അല്ലാഹു കൊടുക്കട്ടെ. അവിടുത്തെയുടെ അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്ന അനുയായികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ സുന്നത്തും മുറുകെ പിടിക്കുന്ന ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ലഹരി കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വലാത്ത് ഇന്ന് തുടങ്ങിയതല്ല, ഇപ്പൊ തുടങ്ങിയതല്ല, മനുഷ്യോൽപത്തിയോളം ഇതിന് പഴക്കമുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ അസാന്ദർഭികമായിട്ട് പറയാണ്, നമ്മുടെ വാപ്പ ഉമ്മക്ക് കൊടുത്ത വിവാഹ മൂല്യമാണ് സ്വലാത്ത്. ആദം നബിയെ സൃഷ്ടിച്ചു, അല്ലാഹു തആല വളഞ്ഞ വാരിൽ നിന്ന് ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. സ്വാബി, തഫ്സീർ, റാസി, ഇബ്നു കസീർ, ഖാസിൻ അടക്കമുള്ള മുഴുവൻ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും ഇത് കാണാം. എന്താണെന്നറിയോ? വാപ്പയുടെ വാരിയിൽ നിന്നൊരു വളഞ്ഞ വാരിയിൽ അല്ല എടുത്തിട്ട് വമ അലിമ അറിഞ്ഞില്ല, വേദനിച്ചില്ല. ആദ്യത്തെ ശസ്ത്രക്രിയ അല്ലാഹു അതിൽ നിന്ന് ഹവ്വ ബീവിയെ പടച്ചു. കണ്ണ് തുറന്നപ്പോൾ അടുത്തൊരു സാധനം കിടക്കുന്നു, എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എങ്കിലും എന്തോ ഒരു വിരുവിരുപ്പ്, എന്തോ ഒരു വല്ലാതെ കൈയൊക്കെ തരിച്ചു വരുന്നു ആദം നബിക്ക്. അടുത്ത് കിടക്കുന്ന ഹവ്വ എന്ന പെണ്ണാണല്ലോ, പക്ഷെ എന്താണെന്നോ ഉപയോഗം എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ എങ്കിലൊരു വൈകാരികത ആ സമയത്ത് കൈ അറിയാതെ നീട്ടി. അപ്പൊ മലായിക്കത്തുകളുടെ ഭാഗത്ത് നിന്ന് വിളി വന്നു, തൊട്ടുപോകരുത്, മഹർ കൊടുത്തിട്ട് തൊട്ടോ. മഹർ എന്താ? അത് വരാനിരിക്കുന്ന ഒരു ഹബീബിന്റെ പേരിൽ 7 സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആലോചിച്ച് നോക്കൂ, വാപ്പ ഉമ്മക്ക് കൊടുത്ത മഹറാണ് സ്വലാത്ത്. അള്ളാഹു നിലനിർത്താനുള്ള തൗഫീഖ് തരട്ടെ. സലാം പറയുന്നുണ്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ അല്ലേ? ഇതിനകത്തുണ്ട് ഒരു ചെറിയ ബുക്ക് നിങ്ങൾക്ക് ഇപ്പൊ തരും, സംഘാടകരെ അറിയിച്ചിരിക്കുകയാണ്. സ്വലാത്തുണ്ട്, സലാമുണ്ട്. എന്താ എൻ്റെ അർത്ഥം? നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലേ എൻ്റെ സഹോദരങ്ങളെ? സലാം പറയൽ സുന്നത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളെ കണ്ട് പറഞ്ഞാൽ എനിക്ക് കൂലിയുണ്ട്, സുന്നത്തേ ഉള്ളൂ, അള്ളാഹു ശിക്ഷിക്കുകയൊന്നുമില്ല. പക്ഷെ ഒരാൾ പറഞ്ഞ മടക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും, അള്ളാഹു ശിക്ഷ തരും മടക്കിയില്ല എങ്കിൽ. പക്ഷെ പറയുന്ന എനിക്ക് 90 മടക്കുന്ന ഒരാൾക്ക് 10 കൊടുത്തുള്ളൂ. സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പറയുന്നവന്, സുന്നത്തായവന് വലിയ കൂലിയും ഫർള് ചെയ്യുന്ന ചെറിയ കൂലിയും, ഫർള് എന്നവന് വലിയ കൂലിയല്ലേ കൊടുക്കേണ്ടത്? പറയല് സുന്നത്ത്, കൂലി 90, മടക്കല് നിർബന്ധം, കൂലി 10. എന്തേ അല്ല ഇങ്ങനെ വെച്ചത്? അള്ളാഹു കലമിനെ സൃഷ്ടിച്ചു, എന്നിട്ട് ലൗഹിൽ എഴുതാൻ പറഞ്ഞു 1-ാം കലിമ. ആ കലം എഴുതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു കലമിനോട് പറഞ്ഞു നിർത്തല്ലേ, 2-ാം കലിമ കൂടെ എഴുതാൻ പറഞ്ഞു. കലമു ചോദിച്ചു, അന്ന് മനുഷ്യനില്ല, ആ അർശും കുർസും ലൗഹും കലമും അല്ലാതെ മറ്റൊന്നും ഇല്ല. ആ സമയത്ത് കലം റബ്ബിനോട് ചോദിച്ചു, പടച്ച റബ്ബേ, ഈ മുഹമ്മദ് ആരാ? ആ സമയത്ത് അല്ല പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ ഹബീബ് ഉള്ളത് കൊണ്ടാ നിന്നെ പോലും കലമേ ഞാൻ പടച്ചത്. നീ പോലും പടയ്ക്കപ്പെടാൻ കാരണം എൻ്റെ ഹബീബാണ്. എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ആ കലം ലൗഹിൽ എഴുതി പിടിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് കലം ആദ്യമായിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അന്ന് മടക്കാൻ മദീനയിലും മക്കയിലും അബ്ദുല്ലായുടെയും ആമിനയുടെയും മകനായി ഹബീബ് ഭൂജാതനായിട്ടില്ല, മനുഷ്യൻ പോലും ഇവിടെ വന്നിട്ടില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞ കലമിന് മറുപടിയായി ആരുമില്ലാത്ത ലോകത്ത് അല്ല മറുപടി കൊടുത്തു, വഅലൈക്കസ്സലാം, നിനക്കും രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അല്ല പറഞ്ഞ സലാം നിർബന്ധമായി, സൃഷ്ടി പറഞ്ഞ സലാം സുന്നത്തായി. അതുകൊണ്ടാണ് മടക്കൽ നിർബന്ധവും പറയൽ സുന്നത്തുമായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് ഇതിനകത്തുണ്ട്, സലാമുണ്ട്. എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു മഹത്തായ ലഹരിയുടെ ഒരു നാമമാണ് അജ്വ സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.